നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഇന്ത്യൻ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന കാര്യം ഒരിക്കലും സമ്മതിക്കാത്ത പാകിസ്ഥാൻ പഹൽഗാം ആക്രമണത്തിലും ലോകത്തിനു മുന്നിൽ കള്ളപ്രചാരണം തുടരുമ്പോൾ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കില്ലെന്ന ഇന്ത്യയുടെ പ്രകോപനത്തിന് മറുപടിയായി വാചക കസർത്ത് തുടരുകയാണ്. കശ്മീർ പാകിസ്ഥാന്റെ ജീവനാഡിയാണെന്ന് പ്രഖ്യാപിച്ച് പഹൽഗാം ആക്രമണത്തിന് വിത്തുപാകിയ പാക് സൈനിക മേധാവി അസീം മുനീർ മൗനത്തിൽ. കള്ളങ്ങളും അവകാശവാദങ്ങളും ആവർത്തിക്കുന്നത് പപ്പറ്റ് ഭരണകൂടത്തിന്റെ പ്രതിനിധികളായ ഷഹബാസ് ഷെരീഫ്, അസീം ഖ്വാജ, ഇഷാഖ് ദർ. ഇന്ത്യ സുസജ്ജം, പാകിസ്ഥാൻ അമ്പരപ്പിൽ. ഇന്ത്യയിൽ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്തിന് സൈന്യം കാത്തിരിക്കുന്നു. പാകിസ്ഥാനിൽ സൈനിക മേധാവിയുടെ നിർദ്ദേശത്തിന് സർക്കാരും. ഇന്ത്യയിൽ സർവകക്ഷി യോഗം ചേർന്ന് കേന്ദ്രത്തിന്റെ നീക്കത്തിന് പിന്തുണ നൽകുന്നു. പാകിസ്ഥാനിൽ പ്രതിപക്ഷ നേതാക്കൾ ജയിലിൽ. കശ്മീരിൽ മുസ്ലിങ്ങൾ പാക് വിരുദ്ധ മുദ്രാവാക്യം മുഴക്കി ഭീകരവാദത്തിനെതിരെ തെരുവിൽ. പാകിസ്ഥാനിൽ സൈന്യം കശ്മീരിന്റെ പേരിൽ വികാരം ആളിക്കത്തിക്കുന്നു. പാക് സൈന്യത്തിനെതിരെ പാക് ജനതയുടെ വികാരം ഉയരുന്നു. സിന്ധു നദീജല കരാർ മരവിപ്പിച്ച് ഒരു തുള്ളി വെള്ളം പോലും നൽകില്ലെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചപ്പോൾ യുദ്ധമായിരിക്കും ഫലമെന്നും സിന്ധുവിൽ ഇന്ത്യക്കാരുടെ രക്തമൊഴുകുമെന്നുമുള്ള വാചകമടിക്കിടെ പാകിസ്ഥാൻ ഭയപ്പാടിൽ. അതിർത്തിയിൽ സൈനിക നീക്കം ശക്തമാക്കി തിരിച്ചടിക്ക് ശക്തി കൂട്ടാനുള്ള നീക്കം നടക്കവേ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ജലയുദ്ധത്തിൽ തീരുമോ പാകിസ്ഥാനുള്ള മറുപടി? പ്രൈം ഡിബേറ്റിൽ ശ്രീ മോഹൻ വർഗീസ്, ഡോക്ടർ ജി ഗോപകുമാർ, ശ്രീ സി കെ ഷാക്കിർ, ശ്രീ ടി പി ജയചന്ദ്രൻ, ശ്രീ വസന്ത് തെങ്ങുംപള്ളി എന്നിവരാണ് ചേരുന്നത്. ആദ്യം ഡോക്ടർ ജി ഗോപകുമാർ, ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് കേൾക്കുന്നത് കുറേയേറെ വാചക കസർത്തുകളാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിക്കുന്നതാണ്. അതോടൊപ്പം ഇന്നലത്തെ വലിയൊരു പ്രഖ്യാപനമുണ്ട് ഇന്ത്യയുടേതായിട്ട്, ഒരു തുള്ളി വെള്ളം പോലും സിന്ധുവിൽ നിന്ന് പാകിസ്ഥാന് കൊടുക്കുകയില്ല എന്ന്. അതിന് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടിയൊക്കെ വന്നേക്കാം. പക്ഷേ അതിനൊരു വൈകാരികമായ തലമുണ്ട്. അതിനെ അതേപടി നേരിടുവാനുള്ള ഒരു കാര്യവും പാകിസ്ഥാനിലില്ല. വെറും വാചകമടി മാത്രമല്ലേ ഇപ്പോൾ നടക്കുന്നത്? തീർച്ചയായിട്ടും മഞ്ജുഷയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ താരതമ്യം ആ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ളൊരു താരതമ്യമായിരുന്നു. എത്ര വ്യത്യാസമാണ് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലായാലും ഒരു രാഷ്ട്ര സംവിധാനത്തിൻ്റെ കാര്യത്തിലായാലും എത്രത്തോളം വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഈ രണ്ട് രാജ്യങ്ങളും എന്നുള്ളതാണ്. അതിൽ പാകിസ്ഥാനിൽ അവിടുത്തെ പട്ടാളത്തിൻ്റെ കമാൻഡ് കാത്ത് ഗവൺമെൻറ് ഇരിക്കുന്നു എന്ന് പറഞ്ഞത് മുമ്പ് ഒരു പ്രസിദ്ധനായ പണ്ഡിതൻ പറഞ്ഞ പോലെ എല്ലാ രാജ്യങ്ങൾക്കും ഒരു പട്ടാളമുണ്ട്, പക്ഷേ പട്ടാളത്തിനൊരു രാജ്യമുണ്ട്, അതിൻ്റെ പേരാണ് പാകിസ്ഥാൻ. പക്ഷെ അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നടക്കുകയാണ്. അത് രസകരമായ ഒരു കാര്യമാണ്. കൗതുകത്തോടും കൂടി മാത്രമേ അത് വീക്ഷിക്കാൻ കഴിയുകയുള്ളൂ. പാകിസ്ഥാനിൽ അസീം മുനീർ സൈനിക മേധാവിയാണല്ലോ. അസീം മുനീറിൻ്റെ ഒരു പ്രഖ്യാപനം, ഒരു ആഹ്വാനം എന്ന് തന്നെ പറയാം. കശ്മീർ എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ജീവനാഡിയാണ്. അതിൽ നിന്നാണല്ലോ പഹൽഗാം ആക്രമണത്തിന് വിത്തുപാകിയത്. സംശയമില്ലാത്ത കാര്യമാണല്ലോ. അതിർത്തി കടന്ന് ഭീകരർ എത്തുന്നു, അവിടെ വെടിയുതിർക്കുന്നു. പക്ഷേ ഇപ്പോൾ അസീം മുനീർ മൗനത്തിലാണ്. അസീം മുനീറിന്റെ ഭാഗത്തു നിന്ന് ഒരു വാചകം പോലും ഇതുവരെ അതിനുശേഷം കേട്ടില്ല. ഇപ്പോൾ പറയുന്നത് മുഴുവനും പ്രധാനമന്ത്രിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ചേർന്നാണ്. കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രധാനമന്ത്രി വിളിച്ച ഒരു യോഗത്തിൽ അസീം മുനീർ ഇരിക്കുന്ന ദൃശ്യങ്ങൾ ദേശീയ മാധ്യമങ്ങൾ കാണിക്കുന്നുണ്ട്. അതിലുള്ളത് പ്രധാനമന്ത്രി പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അസീം മുനീർ എഴുതിയെടുക്കുന്നതാണ്. ഇതാരെ കാണിക്കുന്നതിന് വേണ്ടിയാണ് നടത്തുന്നത്? അന്തർദേശീയ രംഗത്ത് ഷഹബാസ് ആണ് ഭരണാധികാരി എന്ന് കാണിക്കാനുള്ള ഒരു വ്യഗ്രതയാണ്. പക്ഷേ അന്തർദേശീയ പൊതുസമൂഹത്തിന് നന്നായിട്ട് അറിയാം പട്ടാളക്കാരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അതല്ലെങ്കിൽ മതമൗലികവാദികളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ സിവിലിയൻ ഭരണത്തിന് ഒരു സേ ഉണ്ട്, ഒരു വോയിസ് ഉണ്ട് എന്ന് കാണിക്കാനാണ്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ്, ഇത്തരം ഒരു സംഘടന വരികയോ യുദ്ധമുണ്ടാവുകയൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും ഒന്നുകിലൊരു പട്ടാള മേധാവിയുടെ കസേര പോകും, അതല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ അവിടെ നിന്ന് പുറത്താക്കും. ഷഹാബിനെ മാറ്റാൻ വലിയ താമസമൊന്നും പട്ടാളത്തിനില്ല. പഴയതുപോലെ പട്ടാളത്തിന് ജനങ്ങൾക്കിടയിലുള്ള, ഇപ്പോൾ ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് സൈന്യത്തിനെതിരെ തെരുവിലിറങ്ങിയതാണ് പാകിസ്ഥാനിൽ ജനങ്ങൾ, കണ്ടതാണല്ലോ. അപ്പോൾ പഴയ ഒരു സ്വാധീനം സൈന്യത്തിന് പാകിസ്ഥാനിൽ ഉണ്ടോ? കാരണം പട്ടാളത്തിൻ്റെ കയ്യിൽ ആയുധങ്ങളുണ്ട്, അവർ നിരന്തരമായി രാജ്യത്തെ കാര്യങ്ങളിൽ ഇടപെടുന്നു. ഞാൻ വരുന്ന വഴിക്ക് മോഹൻ വർഗീസുമായിട്ട് പറയുമായിരുന്നു, കോളേജിലെ പ്രിൻസിപ്പാൾമാരായിട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ വയ്ക്കുന്ന ഒരു രാജ്യത്ത് നമ്മൾ അതിൽ കൂടുതൽ എന്ത് പ്രതീക്ഷിക്കാനാണ്? ശക്തി അവരുടെ കൈവശം ആയുധങ്ങൾ ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് പട്ടാളം ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയ ഒരു രാജ്യമായി ജനങ്ങൾക്ക് പ്രതിഷേധിക്കാനേ പറ്റുള്ളൂ. ഇമ്രാൻഖാൻ
ഇപ്പോൾ എന്താ കേൾക്കുന്നില്ലല്ലോ. അദ്ദേഹം പുറത്തുണ്ടായിരുന്നെങ്കിൽ ഒരു പ്രതിപക്ഷ മുന്നേറ്റത്തിന് വഴിയുണ്ട്. ഇപ്പോൾ ഇപ്പോൾ പാകിസ്ഥാൻ കാണിച്ച അബദ്ധത്തിൽ തീർച്ചയായിട്ടും അന്തർദേശീയ രംഗത്ത് ഒറ്റപ്പെട്ട ഒരു സാഹചര്യമാണ്. ഇനി ഒരു സംഘടന കൂടി ഉണ്ടായാൽ പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. സ്വാഭാവികമായി സംഭവിക്കുന്നത് ഒരു സംഘടനമുണ്ടായി, പാകിസ്ഥാനിൽ ഒരു തിരിച്ചടി ഉണ്ടായി, പ്രശ്നം കൂടി വഷളായാൽ പട്ടാള മേധാവിക്ക് കസേര ഒഴിയേണ്ടി വരും. അതിനു വേണ്ടിയുള്ളൊരു മുന്നേറ്റം ഉണ്ടാകുമോ എന്നുള്ള ഭയമുണ്ട്. എന്തായാലും ജനറൽ മുനീറിൻ്റെ പ്രൊവക്കേറ്റീവ് സ്പീച്ചാണ് ഇവിടെ ഏറ്റവും പ്രത്യക്ഷമായി വന്നിരിക്കുന്നത്. കാശ്മീരിനെ കുറിച്ച് ആദ്യമായിട്ടല്ല പ്രസിഡൻറ്റും പട്ടാള മേധാവിമാരും പറയുന്നത്, അത് പഴയകാലം തൊട്ടേ തന്നെ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ അതിൽ പുതുമയൊന്നുമില്ല. പക്ഷേ സമാധാനത്തിലിരുന്ന ഒരു ബന്ധത്തെ പൊടുന്നനവെ നശിപ്പിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് പ്രൊവക്കേറ്റീവാക്കി ഇപ്പോൾ ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുമെന്നും അന്തർദേശീയ രംഗത്ത് പാകിസ്ഥാൻ ഇത്രയും ഒറ്റപ്പെടലുണ്ടാകുമെന്നും മുനീറിന് പ്രതീക്ഷ ഉണ്ടാവില്ല. പക്ഷേ അവിടെ അപ്പോഴും ശ്രീ മോഹൻ വർഗീസ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്നതും പാകിസ്ഥാൻ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതുമൊക്കെ നോക്കുകയാണെങ്കിൽ 2019 എന്തോ വലിയ നേട്ടം പാകിസ്ഥാൻ ഉണ്ടായി എന്നുള്ളതാണ് ഇല്ലേ? ഇപ്പോൾ അവിടെ അഭിനന്ദൻ വർദ്ധമാനെ അവിടെ പിടിക്കുന്നു, എന്നിട്ട് ഇന്ത്യക്ക് കൈമാറുന്നു. അവിടെ ഇന്ത്യയുടെ അഭിമാനമാണ് ചോർന്നു പോയത് എന്ന് പറഞ്ഞുകൊണ്ട് 2019 ഞങ്ങൾ അങ്ങനെ ഒരു വലിയ ധൈര്യം കാണിച്ചു എന്ന് പാകിസ്ഥാൻ മീഡിയ ഇപ്പോൾ ആഘോഷിക്കുകയാണ്. പക്ഷേ വെറും കള്ള പ്രചാരണങ്ങളല്ലേ ലോകത്തിന് മുന്നിൽ പാകിസ്ഥാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇന്ത്യ ജലയുദ്ധത്തിന് അപ്പുറത്തേക്ക് തിരിച്ചടി കൂടുതൽ ശക്തമാക്കിയാൽ ഇപ്പോൾ പാകിസ്ഥാന് അത് തടഞ്ഞു നിർത്താൻ സാധിക്കുന്ന ഒന്നാണോ? പാകിസ്ഥാനെ പോലെ ഒരു രാജ്യം പ്രോപ്പഗൻഡ യുദ്ധം കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. ഒരു മിലിറ്ററി പാരിറ്റിയുമില്ല. ഇന്ത്യയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഒരു വീരവാദങ്ങൾ പറയുന്നു എന്നതല്ലാതെ യാഥാർത്ഥ്യത്തോടടുക്കുമ്പോൾ ഒരു മിലിറ്ററി പാരിറ്റി ഇല്ലാത്ത രാജ്യമാണ്. പിന്നെ ഇതുപോലുള്ള പ്രസ്താവന സാഹിത്യം ബിലാവൽ ഭൂട്ടോയുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു പ്രസ്താവനയിൽ നിന്ന് എത്ര അപക്വമായ ഒരു പ്രസ്താവനയാണ്. ആണവമായി പ്രതികരിക്കുമെന്ന്. കാരണം ഇവിടെ ആരാണ് ബിലാവൽ ഭൂട്ടോ? ആരാണ്? സുൽഫിക്കർ അലി ഭൂട്ടോയുടെ മകൾ ബെനസിർ ഭൂട്ടോയുടെയും സർദാറിയുടെയും മകൻ ബിലാവൽ അവരെന്തറിയുന്നു? കാരണം പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ നേതാവാണോ തീരുമാനങ്ങൾ എടുക്കുന്നത്? നേരത്തെ ഡോക്ടർ ജി ഗോപകുമാർ സാർ പറഞ്ഞതുപോലെ സൈന്യമാണ് എല്ലാം. അപ്പോൾ സൈന്യത്തിന്റെ തീരുമാനമനുസരിച്ച് ജനങ്ങൾക്കിടയിൽ വികാരം ആളിക്കത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രസ്താവന മാത്രമാണത്. അവിടെ സിന്ധു നദിയിൽ ഇന്ത്യക്കാരുടെ രക്തം ഒഴുകുമെന്നാണല്ലോ ബിലാവൽ ഭൂട്ടോ പറയുന്നത്. അത് അപക്വമായ ഒരു പ്രസ്താവനയാണ് എന്ന് അദ്ദേഹത്തിനും അറിയാം, നടക്കുന്ന കാര്യമല്ലെന്നും അറിയാം. സിന്ധു നദിയിൽ നിന്ന് ഇന്ത്യ ഒരു തുള്ളി വെള്ളം കൊടുക്കില്ല എന്ന് ഇന്നലെ പ്രഖ്യാപിച്ചതാണ് അത്തരം ഒരു പ്രകോപനത്തിന് കാരണമായി ഇപ്പോൾ വന്നിരിക്കുന്നത്. 2016 ശ്രീ നരേന്ദ്രമോദി ഒരു പ്രസ്താവന നടത്തിയതാണ് ഉറി ആക്രമണത്തിന് ശേഷം. അതായത് വെള്ളം ഒഴുകുന്നതിനെക്കുറിച്ചും രക്തം ഒഴുകുന്നതിനെക്കുറിച്ചുള്ള പ്രസ്താവനയാണ്. അതിൻ്റെ ചൂട് പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. വെള്ളമാണോ ജലമാണോ ഒഴുകുന്നതെന്ന് നോക്കിക്കാണാം എന്ന രീതിയിൽ. ഇതെല്ലാം ഒരു പ്രസ്താവനാ സാഹിത്യം എന്ന നിലയിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രസ്താവനാ സാഹിത്യങ്ങൾ മാത്രമാണ് വരുന്നത്. ഇന്ത്യ ഒരു തന്ത്രപരമായ ഒരു നയതന്ത്രപരമായ ഒരു വലിയ ബ്ലിറ്റ്സ് ക്രീഗ് തന്നെയാണ് അവിടെ നടത്തിയത്. ജലം എന്ന് പറയുന്നത് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ്. എത്രയോ യുദ്ധങ്ങളും പോരാട്ടങ്ങളും കണ്ട രണ്ട് രാജ്യങ്ങളാണ്. 1947 ശേഷം 3 മഹായുദ്ധങ്ങൾ, കാർഗിൽ യുദ്ധം എന്ന ചെറിയൊരു യുദ്ധം, പിന്നെ അനവധി നിരവധി നുഴഞ്ഞുകയറ്റങ്ങൾ. അവിടെയൊന്നും പ്രയോഗിക്കാത്ത ഒരു ആയുധം അല്ല എങ്കിൽ നയതന്ത്രപരമായ ദൃഢമായ തീരുമാനം ഈ കരാർ പിൻവലിച്ചതിലൂടെ, സിന്ധു നദീജല കരാർ പിൻവലിച്ചതിലൂടെ ഇന്ത്യ പോലും ഇപ്പോൾ കുറേയേറെ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യ വെള്ളം തുറന്നു വിട്ടു തുടങ്ങിയ പ്രസ്താവനകൾ പാകിസ്ഥാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ സിന്ധു നദിയിൽ നിന്ന് വെള്ളം ഏത് രീതിയിൽ പാകിസ്ഥാനിലേക്ക് ഒഴുകാതിരിക്കും, എങ്ങനെ തടയും എന്നതും ഉണ്ടല്ലോ. സാങ്കേതികമായ ഒട്ടേറെ കാര്യങ്ങൾ അതിലുണ്ട്. ഇപ്പോൾ അതിൽ 3 പദ്ധതികൾ ഇന്ത്യ ആവിഷ്കരിച്ചു എന്നുള്ളതാണല്ലോ. അത് പെട്ടെന്ന് തന്നെ നടപ്പാക്കാവുന്ന ചില പദ്ധതികൾ, പിന്നെ മീഡിയം ടൈം പദ്ധതികൾ, പിന്നെ ലോങ് ടൈം പദ്ധതികൾ. അതിൽ ലോങ് ടൈം പദ്ധതികളിൽ വലിയ ഡാമുകളൊക്കെ വേണ്ടി വരും. പക്ഷേ ഇത് ഉടനെ നടപ്പാക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേ ഉടനടി ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് ഞങ്ങൾ പോകും എന്നുള്ള സന്ദേശം നൽകലല്ലേ അതിന് പിന്നിലുള്ളത്? അതൊരു സന്ദേശമാണ്. അത് മാത്രമല്ല ഒരു നയ വ്യതിയാനം അവിടെ കാണുന്നു. ഈ അകത്ത് കയറി പാകിസ്ഥാൻ്റെ ഉള്ളിലേക്ക് കടന്നു കയറി ആക്രമണം നടത്താൻ ഭാരതം മടിക്കില്ല എന്ന ഒരു നയപ്രഖ്യാപനമായിരുന്നു 2016 ഉറി ആക്രമണം. ഉറിയിലെ ഭാരതത്തിൻ്റെ മണ്ണിലേക്ക് കയറി അവർ മിലിറ്ററി പോസ്റ്റുകൾ ആക്രമിച്ചപ്പോൾ പാകിസ്ഥാൻ മണ്ണിലേക്ക് കടന്നു കയറി ഒരു കമാൻഡോ ഓപ്പറേഷനിലൂടെ, സൈനിക നടപടിയിലൂടെ ഒരു മറുപടി കൊടുത്തു. അതാണ് ആ പോളിസി ചേഞ്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ കാർഗിൽ എന്ന് പറയുന്ന അതിനുശേഷം വന്ന പുൽവാമ, 3 യുദ്ധങ്ങളും വന്നു, 2 വലിയ ഭീകരാക്രമണങ്ങളും. ആ സമയത്ത് പോലും സിന്ധു നദീജല കരാർ മരവിപ്പിക്കാൻ ഇന്ത്യ തയ്യാറായിരുന്നില്ല. അങ്ങനെ ഒരു ആലോചനയിലേക്ക് പോയെങ്കിൽ പോലും ഉണ്ടായില്ല അല്ലെ? അതുകൊണ്ടാണ് ഇവിടെ അതിന് പോലും മടിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയും അങ്ങനെ മരവിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനം. നദീജലം സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു നയം എടുത്തിരിക്കുകയാണ്.
ഇച്ഛാശക്തി, രാഷ്ട്രീയ ഇച്ഛാശക്തി രാജ്യത്തെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് പ്രതിപക്ഷത്തെ ഉൾപ്പെടെ കോൺഫിഡൻസിൽ എടുത്തുകൊണ്ട് പൊളിറ്റിക്കൽ ഒരു പവർ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പവർ മാത്രമല്ല ഒരു ഇച്ഛാശക്തി കാട്ടിയിരിക്കുകയാണ്. പലപ്പോഴും സർക്കാരുകൾ കാട്ടാത്ത ഒരു ദൃഢതയും ഇച്ഛാശക്തിയുമാണ് ഇത്. ശ്രീ മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എങ്ങനെ എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് നടപ്പാക്കിയെടുക്കാവുന്ന ഒരു തീരുമാനമല്ല. അതിനൊരു റോഡ് മാപ്പ് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം പദ്ധതികളെക്കുറിച്ച് നമ്മുടെ ജലസേചനത്തിന് ചുമതലയുള്ള മന്ത്രി വിശദീകരിച്ചത്. അതുകൊണ്ടാണ് ഏതാനും വർഷങ്ങളെടുത്ത് 4, 5, 6 ഒരു പതിറ്റാണ്ടോ എടുത്തുകൊണ്ട് അനവധി ചെക്ക് ഡാമുകളും വലിയ ജലസേചന പദ്ധതികളും ഡാമുകളും കൺസ്ട്രക്ട് ചെയ്ത് വെള്ളം തടഞ്ഞു നിർത്തുകയും റൂട്ട് ചെയ്യുകയും കനാൽ സിസ്റ്റം കൂടി ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അതെല്ലാം സാധിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒറ്റ ദിവസം കൊണ്ട് നടത്തേണ്ടതല്ല, ഘട്ടം ഘട്ടമായി. അതുകൊണ്ടാണ് ഇത് വലിയൊരു ബാർഗെയിനിങ് പോയിന്റ് ആണെന്ന് പറയുന്നത്. സി കെ ഷാക്കിർ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം അത് രാഷ്ട്രീയമായും സൈനികപരമായും ഒക്കെ തീരുമാനങ്ങൾ എടുക്കുന്നതിലും സാമ്പത്തിക നിലയിലുമൊക്കെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അത് ഞാൻ തുടക്കത്തിൽ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിൽ സർവകക്ഷി യോഗം ചേരാൻ കഴിയുന്നുണ്ട്. പൂർണ്ണമായിട്ടുള്ള പിന്തുണ പ്രതിപക്ഷം സർക്കാരിന് നൽകുകയും ചെയ്തു എന്ത് നീക്കം നടത്തുന്നതിലും. പക്ഷേ പാകിസ്ഥാനിൽ അങ്ങനെയല്ല. അവിടെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കൾ ജയിലിലാണ്. അവരുടെ തീരുമാനങ്ങളോ അവരുടെ നിർദ്ദേശങ്ങളോ അല്ല അവിടെ നടപ്പാക്കുന്നത്. അവിടെ സൈന്യമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഇന്ത്യയിലെ പ്രതിപക്ഷത്തിനും അറിയാവുന്ന കാര്യമാണല്ലോ. പൂർണ്ണ പിന്തുണ തന്നെയല്ലേ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മറിച്ച് പാകിസ്ഥാനിൽ നടക്കുന്ന ഒരു പ്രചാരണമുണ്ട്, ദയനീയമായ ഒരു പ്രചാരണമാണ്. അവിടെ പറയുന്നത് ഇന്ത്യയിലെ പല പ്രതിപക്ഷ നേതാക്കളും അവർ ഞങ്ങളുടെ നാവായിട്ട് വർത്തിക്കുന്നു എന്നാണ്. പാകിസ്ഥാനിൽ അങ്ങനെ ഒരു പ്രചാരണം നടക്കുന്നുണ്ട്. അതല്ല എന്ന് തെളിയിക്കേണ്ടത് ഇന്ത്യയിലെ പ്രതിപക്ഷമാണ്. അല്ല, പാകിസ്ഥാന്റെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ നമുക്ക് എന്താ പറയാ, അത് അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങളാണ്. അവിടെ രാഷ്ട്രീയപരമായ പ്രശ്നങ്ങളുണ്ട്, സൈന്യം പലപ്പോഴും ഭരണം അട്ടിമറിക്കുന്ന വിഷയങ്ങളുണ്ട്. അത് അതിന്റെ വഴിക്ക് പോകട്ടെ. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന അടിസ്ഥാന പ്രശ്നം കശ്മീരിൽ ഉണ്ടായിട്ടുള്ള ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് കുറ്റവാളികളെ പിടികൂടി ശിക്ഷ ഉറപ്പുവരുത്തുക, അതോടൊപ്പം തന്നെ ഭാവിയിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. അക്കാര്യത്തിൽ നമ്മുടെ ഇന്ത്യയിലെ സർക്കാർ കടുത്ത പരാജയമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ബോധ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇത്ര ഗുരുതരമായ കുറ്റം ചെയ്ത കുറ്റവാളികളെ ഇതുവരെ കണ്ടെത്താനോ അതിൽ ഗൂഢാലോചന നടത്തിയ ആളുകളെ ആരെയെങ്കിലും പിടികൂടാനോ ഇതുവരെ നമ്മുടെ ഇത്ര ഉന്നതമായ ശേഷിയുള്ള കഴിവുകളുള്ള സ്വാധീനമുള്ള ഒരു രാജ്യത്തിന് കഴിവില്ല എന്നുള്ളത് ഇന്ത്യ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിന്റെ പരാജയമാണ്. ഈ പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആഭ്യന്തര മന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള രാജിവെക്കണമെന്നാണ് ഇന്ന് പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ ആവശ്യപ്പെട്ടുള്ളത്. രാജ്യം പാകിസ്ഥാനെതിരെ ഒരു വലിയ നയതന്ത്ര നീക്കം നടത്തുന്നു. അതോടൊപ്പം തന്നെ അടുത്ത നീക്കത്തിന് വേണ്ടി രാജ്യം ഒന്നാകെ കാത്തിരിക്കുന്നു. ആ ഒരു വികാരമാണ് രാജ്യത്ത് മുഴുവനും പ്രതിഫലിക്കുന്നത്. ആ സമയത്താണ് ആഭ്യന്തരമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നത്. അല്ലല്ല, നമ്മൾ പറയുന്നത് പാകിസ്ഥാൻ കുറ്റവാളിയാണെങ്കിൽ പാകിസ്ഥാനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണം. പക്ഷേ ഇവിടെ കുറ്റവാളികളെ പിടിക്കാൻ എന്തുകൊണ്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് വരുന്നില്ല? മാത്രമല്ല, നിങ്ങൾ നോക്ക്, ശിവരാജ് പാട്ടീൽ മുംബൈ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജിവെച്ചിരുന്നു. 2003 ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആയിരുന്ന നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള പ്രസംഗം ഇപ്പൊ നമുക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. രാജ്യത്തിന്റെ കാവൽക്കാരായി നിൽക്കുന്ന BSF എന്താണ് ജോലി? കാവൽ നിൽക്കുന്നതിന്റെ അധികാരം ഇന്ത്യയിലെ പട്ടാളക്കാർക്കല്ലേ? അവിടെ കേന്ദ്ര സർക്കാരിന്റെ കയ്യിലല്ല അധികാരമുള്ളത്. നിങ്ങൾ എന്ത് പണിയാണ് എടുക്കുന്നത്? പാകിസ്ഥാനിൽ നടക്കുന്ന ചർച്ചകൾ എന്ന് പറയുന്നത്, ശ്രീ സി കെ ഷാക്കിർ, പാകിസ്ഥാനിൽ നടക്കുന്ന ചർച്ചകൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ പ്രതിപക്ഷം മോദിക്കെതിരെയാണ്. ഇവിടെ ചില നേതാക്കളുണ്ട്, മമതാ ബാനർജിയുടെയൊക്കെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് അവിടെ പാകിസ്ഥാൻ മീഡിയ അവിടെ പ്രചാരണം നടത്തുന്നത്. അതുപോലെ തന്നെ ചില പ്രതിപക്ഷ പാർട്ടികളുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ്. ആ രീതിയിലുള്ള സംസാരമാണോ താങ്കളിൽ നിന്നും വരുന്നത്? പറയാൻ അനുവദിക്കും ഒരു മിനിറ്റ്. ആ കാര്യത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. നമ്മൾ ഇന്ത്യക്കാരെല്ലാവരും ഒറ്റക്കെട്ടാണ്. കുറ്റവാളികൾ ശക്തമായി ശിക്ഷിക്കപ്പെടണം. പക്ഷെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളൊക്കെ ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾ നടത്തുന്നത് യഥാർത്ഥത്തിൽ ഈ കുറ്റവാളികൾക്ക് കൂട്ടുനിൽക്കുന്നതിന് സമമാണ്. നമ്മുടെ 28ഓളം മനുഷ്യരെ കൊലപ്പെടുത്തിയ ആളുകൾ എന്താണ് പിടികൂടാത്തത്? നിങ്ങൾ നോക്ക്, 4 കിലോമീറ്റർ ചുറ്റളവിൽ വാഹനങ്ങൾക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത സ്ഥലത്ത് ഈ കൊടും ക്രിമിനലുകൾ വന്ന് 28 ആളുകൾ നേരിട്ട് കൊലപ്പെടുത്തിയിട്ട് ആ ആളുകൾ തിരിച്ചു പോകുന്നത്, കൊലപ്പെടുത്തുന്നത് ഇരകളായവരുൾപ്പെടെ പരിക്കേറ്റവരുൾപ്പെടെ വീഡിയോയിൽ പകർത്തി കൊടുത്തിട്ടും രാജ്യത്തെ സർക്കാരിന് ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ സർവകക്ഷി യോഗത്തിന്റെ കഥ പറഞ്ഞല്ലോ. സർവകക്ഷി യോഗം വിളിച്ച പ്രധാനമന്ത്രി എന്തുകൊണ്ട് ഇതിൽ പങ്കെടുക്കാതെ ബീഹാറിലേക്ക് പോയി? നിങ്ങൾ മറുപടി പറയൂ. അതിന് ഉത്തരവാദിത്തമുള്ള മറുപടി പറയൂ. പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടാണ്. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ വരുമ്പോൾ, ആക്രമണം നടത്തുമ്പോൾ അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുക, അതിലൊന്നും രണ്ടഭിപ്രായമില്ല. പക്ഷെ യഥാർത്ഥ പ്രശ്നത്തെ വഴിതിരിച്ചുവിടാൻ അത് അനുവദിക്കാൻ പാടില്ലല്ലോ. നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം 7 തവണ
കാശ്മീരിൽ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഭീകരാക്രമണം ഉണ്ടായിട്ടുണ്ട്. 2014, 16, 19 22, 25 ഉണ്ടായി. അതിന്റെ കുറ്റവാളികൾ എന്തുകൊണ്ട് പിടിക്കുന്നില്ല? 125ഓളം ആളുകൾ കൊല്ലപ്പെട്ടു, 70ഓളം പട്ടാളക്കാരാണ്. പുൽവാമയിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് BJP നിയോഗിച്ച ഗവർണറാണ് അതിൽ സർക്കാരിന് പങ്കുണ്ട് എന്ന് ആരോപണം ഉന്നയിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? കുറ്റവാളികളെ പിടികൂടണം. കുറ്റകൃത്യം ചെയ്യാതിരിക്കാൻ, ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കണം. സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് ഗുരുതരമായ ആരോപണം ഡോക്ടർ ജി ഗോപകുമാർ, ഇപ്പോൾ പ്രതിപക്ഷം ഈ രീതിയിൽ സംസാരിക്കുന്നത് ശരിയാണോ? പക്ഷേ ഈ സുരക്ഷാ വീഴ്ചയുടെ കാര്യം ശരിയാണ്, അതിനെക്കുറിച്ച് അന്വേഷണം ആവശ്യവുമാണ്. അത് കേന്ദ്ര സർക്കാരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പ്രതിപക്ഷത്തിന്റെ പിന്തുണ ഇവിടെ കേന്ദ്ര സർക്കാരിനുണ്ട് എന്ന് ഞാൻ ആദ്യം പറഞ്ഞ് തിരുത്തി പറയേണ്ടി വരുമോ ഡോക്ടർ ജി ഗോപകുമാർ? എനിക്ക് പ്രതിപക്ഷത്തിന് എന്തിന് രാജ്യ സുരക്ഷയ്ക്ക് പ്രതിപക്ഷത്തിന് പിന്തുണയുണ്ട്, പക്ഷേ ജനങ്ങളെ കൊലക്ക് കൊടുക്കാൻ പിന്തുണയില്ല. അല്ല, എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്നതിന് വലിയ രീതിയിലുള്ള ഒരു ജനപിന്തുണ ലഭിക്കുന്ന ഒരു സാഹചര്യമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഇത്തരം പ്രതിപക്ഷവാദങ്ങൾക്ക് വലിയ ശക്തി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം രാജ്യത്ത് പൊതുവായിട്ടൊരു വികാരം നിലനിൽക്കുന്നുണ്ട്. ശക്തമായ തിരിച്ചടി നൽകണമെന്നും അത് നൽകാനുള്ള സമയം വളരെ അല്ലല്ല, ഈ പാവപ്പെട്ട മനുഷ്യരെ കൊലപ്പെടുത്തിയ കുറ്റവാളികൾ ഇവിടെ, ആ കുറ്റവാളികൾ പിടിക്കാത്തത് എന്താണ്? അല്ല, അതിന് 4 ദിവസമല്ലേ ആയുള്ളൂ. നിങ്ങൾ അതിനു മുമ്പേ ചാടിക്കടിച്ചാലേ. ഇപ്പൊ ഏറ്റവും താമസിയാതെ ഇപ്പൊ വളരെ ശക്തമായി ദേശീയ തലത്തിലും അതോടൊപ്പം കാശ്മീർ മേഖലയിലും എത്രയോ ശക്തമായിട്ടുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. മിലിറ്റൻസി അല്ല, ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത രാഷ്ട്രീയം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം കാശ്മീർ മേഖലയ്ക്കകത്ത് മിലിറ്റൻസി കംപ്ലീറ്റ്ലി നിയന്ത്രിക്കുന്ന രീതിയിലുള്ള നടപടികൾ എടുത്തിരിക്കുകയാണ്. അവിടെ ഫ്ലഷ് ഔട്ട് ചെയ്യുകയാണ്. പട്ടാളത്തിന് നല്ല അധികാരം കൊടുത്തിട്ടുണ്ട് അവർ മിലിറ്റൻസിനെ പിടിക്കാനും ആ മിലിറ്റൻസിനെ നിയന്ത്രിക്കാനും. അപ്പൊ അങ്ങനെ പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം ബാലിശമായ വാദങ്ങൾ കൊണ്ട് ഒരിടവും എത്തത്തില്ല എന്ന് മാത്രമല്ല, ഈ അടിയന്തര ഘട്ടങ്ങളിൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട സമയം ഇതല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരു സെക്കൻഡ്, ശ്രീ TP ജയചന്ദ്രൻ, ഇവിടെ CK ഷാക്കിർ പറഞ്ഞ കാര്യം ഈ ഭീകരവാദികളെ പിടികൂടാത്തതാണ്, അത് ആശങ്കയുണ്ടാക്കുന്നു എന്നാണ്. നോക്കൂ, രാജ്യം ഇന്ന് നിർണായകമായ ഒരു മുഹൂർത്തത്തിലൂടെ കടന്നു പോവുകയാണ്. രാജ്യത്ത് പണ്ടും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും, ഇന്ത്യയിൽ മാത്രമല്ല, ഭരണകൂടത്തിന്റെ കൂടെ നിന്ന് സങ്കീർണതകൾ പരിഹരിച്ചതിന് ശേഷം ഇത്തരം രാഷ്ട്രീയ ചർച്ചകൾ നടത്തുകയാണ് ലോകത്തെവിടെയായാലും പതിവുള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത്. പണ്ടും പാകിസ്ഥാനുമായി ഇന്ത്യക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഓർക്കുന്നു, ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് അന്തരിച്ചുപോയ അടൽ ബിഹാരി വാജ്പേയി ഇന്ദിരാഗാന്ധിക്ക് ഊർജം പകരുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളായിരുന്നു അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. ദുർഗയായി മാറണം ഇന്ദിരാഗാന്ധി എന്ന് പറയുകയും രാജ്യം അതിൻ്റെ കൂടെ ഒത്തുചേർന്ന് നിൽക്കുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ കേരളത്തിലും ഇന്ത്യയിലും നമ്മളിപ്പോൾ കാണുന്നത്, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ എത്തിയോ എന്ന് ചില പ്രതികരണങ്ങളെങ്കിലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. നോക്കൂ, ഇന്നലെ മുസ്ലിം ലീഗിന്റെ ഒരു നേതാവിനെ കാസർഗോഡ്, അദ്ദേഹത്തിന്റെ പേര് ബഷീർ എന്നാണ്, കേരള പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഒരു പൊതുസമൂഹത്തിന് സ്വീകാര്യമായ രൂപത്തിലല്ല എന്ന് വ്യക്തമായി തെളിയിക്കുകയാണ്. എല്ലാവരും അങ്ങനെയാണ് എന്ന് ഞാൻ ആക്ഷേപിക്കുന്നില്ല. പക്ഷെ ഒരുപറ്റം ആളുകളെങ്കിലും ചോറ് ഇവിടെയും കൂറ് മറ്റെവിടെയും ഒക്കെ ആണോ എന്ന തരത്തിൽ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? നോക്കൂ, പക്ഷെ അതിൽ ഒരു കാര്യത്തിൽ സമ്മതിക്കാമല്ലേ ശ്രീ TP ജയചന്ദ്രൻ, സുരക്ഷയുടെ കാര്യത്തിലല്ലേ, ആ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്, അങ്ങനെ അന്വേഷണം നടത്താമെന്നുള്ള കാര്യം അല്ലേ? അല്ല, അത് മാത്രമല്ല മഞ്ജുഷ ഉണ്ടായിരിക്കുന്നത്. നോക്കൂ, ഈ ഗവൺമെന്റിന്റെ നയങ്ങളോട് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി പൂർണ്ണമായി പിന്തുണച്ചിരിക്കുന്നു. മാത്രമല്ല, അദ്ദേഹം ഇന്ന് നമ്മളിപ്പോ ചർച്ച ചെയ്തിരിക്കുന്ന സിന്ധു ജലകരാറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നു. എന്താ പറഞ്ഞിരിക്കുന്നത്? ജമ്മു കാശ്മീരിനോടും ഇന്ത്യയോടും അനീതിയാണ് കാണിച്ചത്. ആരാണ് ഈ കരാർ ഉണ്ടാക്കിയത് എന്ന ചിന്തയിലേക്കൊന്നും ഞാൻ ഈ സമയത്തേക്ക് കൊണ്ടുപോകുന്നില്ല. കൃത്യമായിട്ട് അദ്ദേഹം പറയുകയാണ്. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ബഹളം വെക്കുന്ന പാർട്ടിയുടെ പ്രതിനിധി കഴിഞ്ഞ ദിവസം സർവകക്ഷി യോഗം കഴിഞ്ഞ് പുറത്തു വന്നതിന് ശേഷം വളരെ കൃത്യമായി ചില കാര്യങ്ങൾ പുറത്തു പറഞ്ഞിട്ടുണ്ട്. എന്തുണ്ടായി, എന്താണ് സംഭവിക്കുന്നത്? അപ്പൊ ഞാൻ ഞാൻ ഇത്തരം ഒരു മുഹൂർത്തത്തിൽ രാജ്യം ഒരുമിച്ച് നിൽക്കേണ്ട സമയത്ത് പരസ്പരം കുറ്റങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കാനുള്ള സമയമല്ല.
മാത്രവുമല്ല, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും കശ്മീരിലെ ജനതയുടെ ഭാഗത്തു നിന്നും വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നു. മഞ്ജുഷേ, പണ്ടൊക്കെ കശ്മീരില് പാക് പതാക ഉയർത്തുവാനും ഇന്ത്യൻ പതാക കത്തിക്കുവാനുമായിരുന്നു ആളുകൾ. പക്ഷെ ഇന്നുണ്ടായത് എന്താണ്? കശ്മീരിലെ യുവാക്കൾ, അവർക്ക് ജാതിയും മതവും ഒന്നുമില്ല, പാകിസ്ഥാന്റെ പതാക അവർ കത്തിക്കാൻ തയ്യാറായി. മാത്രമല്ല, നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ്? ഇപ്പോ പാകിസ്ഥാൻ ഇപ്പോൾ നടത്തുന്ന യുദ്ധത്തിന്റെ വിറളി പൂണ്ട അവരുടെ പ്രതികരണം അസത്യജടിലമായ ആരോപണങ്ങൾ കൊണ്ട് സ്വയം അവർ ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം മഞ്ജുഷേ, പാകിസ്ഥാൻ അന്താരാഷ്ട്ര തലത്തിൽ പരിപൂർണമായി ഒറ്റപ്പെട്ടിരിക്കുന്നു. നിൽക്കക്കള്ളിയില്ലാതെ ആ രാജ്യം ഇന്ന് ചെയ്ത തെറ്റ് ലോകം മുഴുവൻ അല്പം ക്ഷമാപൂർവ്വം നമ്മൾ പെരുമാറിയതിന്റെ ഫലമായിട്ട് അവരുടെ ഒപ്പം നിന്നിരുന്ന അന്താരാഷ്ട്ര രാജ്യങ്ങൾ പോലും ആ രാജ്യത്തിന്റെ ഈ വൃത്തികെട്ട പ്രവർത്തനങ്ങളെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഇവിടെ ചില ആളുകൾക്ക് മറ്റു പലതിലേക്കും പോകുമ്പോൾ അവരുടെ ഒന്നും ദേശസ്നേഹത്തെയോ അവരുടെ ഒന്നും രാഷ്ട്രീയത്തെയോ ഞാൻ സംശയിക്കുന്നില്ല. പക്ഷെ ചില ആളുകളുടെ മനസ്സിലെങ്കിലും മറ്റെന്തൊക്കെയോ ഉള്ളിലിരിപ്പുണ്ട്. ശരി, വസന്ത് കമ്പള്ളി, അത് പാകിസ്ഥാന്റെ നാവായി മാറുന്നു എന്നാണ്, ചിലരെങ്കിലും പാകിസ്ഥാന്റെ നാവായി മാറുന്നു എന്നാണ്. ചർച്ച അങ്ങോട്ട് കൊണ്ടുപോകുവാനല്ല ഉദ്ദേശിച്ചിരുന്നത്. രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സമയമാണ് ഇത് എന്നതിലേക്കായിരുന്നു ചർച്ച തുടങ്ങി വെച്ചത്. പക്ഷേ ആ സമയത്ത് ഷാക്കിർ പറഞ്ഞു, ചില സംശയങ്ങൾ ഉന്നയിച്ചു. അപ്പോൾ ടി പി ജയചന്ദ്രൻ പറയുന്നത് ചിലർക്കെങ്കിലും പാകിസ്ഥാന്റെ നാവാണെന്നാണ്. ഇത് പാകിസ്ഥാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ശരിയാണ് കേട്ടോ, ഞാനത് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. കാരണം പാകിസ്ഥാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ എങ്ങനെയാണെന്ന്. അതെ, ശ്രീ മഞ്ജുഷ്, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഈ ആക്സിഡന്റ് ഉണ്ടായി, ഈ ഇൻസിഡന്റ് ഉണ്ടായതിന്റെ പിറ്റേ ദിവസം തന്നെ CWC മീറ്റിംഗ് ചേർന്ന്, അതായത് കോൺഗ്രസിനെ സംബന്ധിച്ച് അതിന്റെ പരമോന്നതാധികാര ബോഡിയാണ് CWC, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി. ആ വർക്കിംഗ് കമ്മിറ്റി ഐക്യകണ്ഠേനമായ ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ആ പ്രമേയത്തിന്റെ തുടക്കത്തിലെ ആദ്യത്തെ അക്ഷരം തന്നെ സർക്കാരിന് പരിപൂർണ പിന്തുണ എന്നുള്ളതാണ്. അത് ഞങ്ങൾ നൽകുകയാണ് ഈ സമയത്ത്. അതിൽ കൂടുതൽ ആ വിഷയത്തിൽ രാഷ്ട്രീയം തൽക്കാലം സംസാരിക്കേണ്ട എന്ന് AICC തന്നെ ഞാനടങ്ങുന്ന വക്താക്കൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. AICCയുടെ വക്താക്കൾക്ക്, പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വക്താക്കൾക്കെല്ലാം. പക്ഷേ ശ്രീ ജയേന്ദ്രൻ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് ഉത്തരം പറയാതിരിക്കാൻ പറ്റില്ല. ശ്രീ TP ജയേന്ദ്രൻ പറഞ്ഞ എന്താണ്? ഇതിനു മുമ്പും ടെററിസ്റ്റിക് അറ്റാക്കുകൾ ഉണ്ടായിട്ടില്ലേ, തീവ്രവാദ ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. അങ്ങനെ ഉണ്ടായ സമയത്ത് ഈ രാജ്യത്ത് ആരെങ്കിലും രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ടോ, ഉണ്ടോ എന്ന് ചോദിച്ചാൽ ശ്രീ ജയേന്ദ്രൻ 2008 നവംബർ മാസം 26-ാം തീയതിയാണ് മുംബൈയിൽ ആക്രമണം തുടങ്ങുന്നത്. അത് നവംബർ 29-ാം തീയതി വരെ നീണ്ടു നിന്നു. അന്ന് ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ പേര് ലാൽ കൃഷ്ണ അദ്വാനി എന്നാണ്. ആ ലാൽ കൃഷ്ണ അദ്വാനി പോലും അന്ന് ഭരിക്കുന്ന ഭരണകൂടത്തിന് സമ്പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച സമയത്ത്, ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് ഒരു പ്രതിപക്ഷ നേതാവിന്റെ പോലും ശബ്ദം ഉയരാതിരുന്ന സമയത്ത് അങ്ങ് ഗുജറാത്തിൽ നിന്ന് നമ്മളൊരു ശബ്ദം കേട്ടു. ഈ സർക്കാർ രാജിവെക്കണമെന്നും സർക്കാരിന്റെ സമ്പൂർണ്ണ പരാജയമാണെന്നും തീവ്രവാദ ആക്രമണം സർക്കാരിന്റെ പ്രതിച്ഛായയുടെ മേൽ ഏറ്റ നിഴലാണെന്നും തിരിച്ചടിയാണെന്നും അങ്ങനെ രാജിവെക്കണമെന്ന് പറഞ്ഞ ഗുജറാത്തിൽ നിന്നുള്ള നിങ്ങളുടെ നേതാവിന്റെ പേര് നവംബർ മാസം 29-ാം തീയതി ആക്രമണം തീർന്ന് നവംബർ മാസം 30-ാം തീയതി 11 മണിക്ക് മുഖ്യമന്ത്രിയുടെ പ്രസ് കോൺഫറൻസ് ഹാളിൽ നിന്ന് പ്രസ് മീറ്റ് നടത്തിയ നേതാവിന്റെ പേര് നരേന്ദ്ര ദാമോദർ ദാസ് ഭായി മോദി എന്നാണ്. അന്നത്തെ ഗുജറാത്തിലെ മുഖ്യമന്ത്രി, ഇന്നത്തെ പ്രധാനമന്ത്രി. അതുകൊണ്ട് രാഷ്ട്രീയം പറഞ്ഞ കഥയൊക്കെ പറയാൻ പോയാൽ അത് നിങ്ങളാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞത് എന്ന് പറയേണ്ടതായി വരും. സുരക്ഷാ വീഴ്ചയുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കും, അത് കോൺഗ്രസ് കൃത്യമായി പറഞ്ഞു. പക്ഷെ അതിന്റെ അവസരം ഇതാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഈ അവസരത്തിൽ രാഷ്ട്രീയ റൈഫിളിന് ഒരു സെക്ടറിന് ചുമതല ഉണ്ടായിരുന്നത് 2 സെക്ടറാക്കി ആര് കൊടുത്തുവെന്നും, ഈ അതിതന്ത്രപ്രധാനമായ സ്ഥലത്ത് ഇത്രയേറെ ടൂറിസ്റ്റുകൾ വന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് സൈന്യത്തിന് കിട്ടിയില്ലേ എന്നുള്ളതും, അവിടെ എന്തുകൊണ്ട് ഒരു സൈനികൻ പോലും തിരിച്ചടി വെടിയുതിർക്കാൻ ഇല്ലാതായി പോയെന്നും, ദിവസം ഇത്രയും കഴിഞ്ഞിട്ടും 2 രേഖാചിത്രമല്ലാതെ മറ്റെന്താണ് ഇവരുടെ കൈകൾ ഉള്ളത് എന്നതുമായി ബന്ധപ്പെട്ട സുരക്ഷാ വീഴ്ച, അത് ചർച്ച ചെയ്യേണ്ട സമയം ഇതാണ് എന്ന് ഞങ്ങൾ തോന്നുന്നില്ല. പക്ഷെ ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ച് അടങ്ങുമെങ്കിൽ പറഞ്ഞു തന്നെ പോകും. ഇനി സന്തോഷം ആർക്കാണ്? ശ്രീ BJPയുടെ പ്രതിനിധിയായിട്ടുള്ള പ്രിയപ്പെട്ട TP ജയേന്ദ്രൻ മാസ്റ്റർ, ആർക്കാണ് സന്തോഷം? ഈ പറയുന്ന വിദേശ സന്ദർശനം വെട്ടിച്ചുരുക്കി നാട്ടിലേക്ക് എത്തിയെന്ന് നിങ്ങളുടെ PR ഹാൻഡിലുകൾ പറയുന്ന നരേന്ദ്രമോദി ഉണ്ടല്ലോ, അദ്ദേഹം ബീഹാറിൽ പോയി നിങ്ങളുടെ സന്തത സഹചാരിയായ, ഒന്ന് തുമ്മിയാൽ ഈ സർക്കാർ താഴെ പോകുന്ന
നിങ്ങളുടെ നിതീഷ് കുമാറിനൊപ്പം വേദി പങ്കിട്ട് ചിരിച്ചാർത്തുല്ലസിക്കുന്ന പടങ്ങൾ നാഷണൽ മീഡിയ കൊടുക്കില്ല കേട്ടോ. അത് ഗോദി മീഡിയ, നിങ്ങൾ കോൺഗ്രസിന്റെ അടക്കം സൈബർ ഹാൻഡിലുകൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അതായത് ഈ ആക്രമണമുണ്ടായി, അവിടെ കൊല ചെയ്യപ്പെട്ട 20-ലേറെ പേരുടെ ശവശരീരം പൂർണ്ണമായും മറവ് ചെയ്യുന്നതിന് മുമ്പ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എവിടെയാണ്? ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ബീഹാറിൽ പോയി ഇലക്ഷൻ റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് എന്താണ് ചെയ്യുന്നത്? നിതീഷ് കുമാറിനൊപ്പം വേദി പങ്കിടുകയാണ്, നിതീഷ് കുമാറിനൊപ്പം ചായ കുടിക്കുകയാണ്, നിതീഷ് കുമാറിനൊപ്പം കപ്പലണ്ടി പറക്കി തിന്നുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോടും ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. കാര്യം ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെച്ചാൽ നാളെ ഈ സർക്കാർ താഴെ പോകും. നിതീഷ് കുമാർ തുമ്മിയാൽ ഈ സർക്കാർ താഴെ പോകും. അതുകൊണ്ട് ഞങ്ങളുടെ കാലത്തെ പോലെ ആഭ്യന്തരമന്ത്രിയെ കൊണ്ട് രാജിവെപ്പിക്കാനുള്ള ആർജവമൊന്നും ഏതായാലും നരേന്ദ്രമോദിക്ക് ഇല്ല എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അതൊന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. ഞങ്ങൾക്ക് ഒരേ ഒരു കാര്യം മാത്രമാണ് സർക്കാരിനോട് പറയാനുള്ളത്: നാവടക്കൂ, പണിയെടുക്കൂ. ഒരു പരസ്യവാചകം നമ്മൾ പക്ഷെ അതിനേക്കാളൊക്കെ അല്ലല്ല, അന്ന് ബീഹാറിൽ റാലിയിൽ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു ഭീകരവാദത്തിന്റെ നട്ടെല്ല് തകർക്കുമെന്ന്. അത് മാത്രമല്ല, ഈ ഭീകരവാദികൾക്കും അതോടൊപ്പം തന്നെ അവരെ ഇങ്ങോട്ട് അയച്ചവർക്കും അർഹിക്കുന്ന ശിക്ഷ തന്നെ കൊടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. തൊട്ടടുത്ത് തന്നെ ഇന്ത്യയുടെ നയതന്ത്ര നീക്കം തുടങ്ങിയിരുന്നു ശ്രീ വസന്ത് തെങ്ങുംപള്ളി. അതിന് പ്രതിപക്ഷ പാർട്ടികൾ പിന്തുണയും നൽകിയിരുന്നു. അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇപ്പോൾ താങ്കൾ പറയുന്ന കാര്യങ്ങൾ കൂടുതലും പാകിസ്ഥാനിൽ ചർച്ചാ വിഷയമാകുന്ന കാര്യമാണ്. പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രിയും പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ശ്രീ മോഹൻ വർഗീസ് അല്ലേ? തീർച്ചയായും ഇപ്പോൾ പറയുന്നത് പാകിസ്ഥാൻ്റെ ഒരു പക്ഷമുണ്ട്. ആ പാകിസ്ഥാനുള്ളിൽ നടക്കുന്ന ഡിബേറ്റ് നമ്മൾ ഏറ്റുപിടിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാൻ ഇസ് ഓൾമോസ്റ്റ് എ ഫെയിൽഡ് സ്റ്റേറ്റ്. പാകിസ്ഥാൻ്റെ ഇക്കോണമി ഇസ് ഇൻ എ ഷാമ്പിൾസ്. അത് മാത്രമല്ല, അവിടുത്തെ ഒരു മേഖലകൾ, പാകിസ്ഥാൻ്റെ വിവിധങ്ങളായ മേഖലകൾ, സിന്ധ്, ബലൂചിസ്ഥാൻ, അതുപോലെ ഖൈബർ പഖ്തൂൺഖ, ഈ മേഖലകളൊക്കെ തന്നെ അസ്ഥിരമായിരിക്കുന്നു. പാകിസ്ഥാൻ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം മുഖം രക്ഷിക്കേണ്ട ഒരു സമയമാണ്. ആ മുഖം രക്ഷിക്കാൻ വേണ്ടി ഒരു 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 നുഴഞ്ഞുകയറ്റം അത് ആവശ്യം തന്നെയാണ്. അതായത് പാകിസ്ഥാൻ്റെ സൈനിക ജനറൽ അസിം മുനീർ, അദ്ദേഹം വളരെ വളരെ ജനകീയനാകാൻ ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷേ എപ്പോഴെല്ലാം സൈന്യത്തിൻ്റെ പോപ്പുലാരിറ്റി റേറ്റ് താഴെ പോയിട്ടുണ്ടോ അപ്പോഴെല്ലാം ഇതുപോലൊരു പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടുകയും ആ പ്രതിസന്ധിയുടെ ഫലമായി രാജ്യത്താകമാനം ഒരു ഇന്ത്യ വിരുദ്ധത അതൊരു മുറവിളിയായി വരികയും അങ്ങനെ സൈന്യം ഒരിക്കൽ കൂടി പ്രസക്തമായി മാറുകയും ചെയ്യുകയാണ്. സൈന്യത്തിന് പ്രസക്തി ഉണ്ടാകാൻ വേണ്ടി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ എനിക്ക് വലിയ നിരാശ തോന്നി ബിലാവൽ ഭൂട്ടോയുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു പ്രസ്താവന ഇങ്ങനെ വരുമ്പോൾ. എത്രത്തോളം ഇത് വളർന്നു വരുന്നൊരു ഒരു നേതാവല്ലേ ഇതുപോലെ ഇറസ്പോൺസിബിളായ പ്രസ്താവന നടത്താമോ? അതുകൊണ്ട് സൈന്യം ഉദ്ദേശിക്കുന്നിടത്ത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് നിൽക്കുക എന്നതാണ്. എപ്പോഴെല്ലാം പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് സ്വല്പം താൻ പ്രമാണിത്വം കാണിച്ചിട്ടുണ്ടോ, അത് ഇമ്രാൻഖാൻ ആയിക്കൊള്ളട്ടെ, നവാസ് ഷെരീഫ് ആയിക്കൊള്ളട്ടെ, സുൽഫിക്കർ അലി ഭൂട്ടോ ആയിക്കൊള്ളട്ടെ, അവരെല്ലാം തന്നെ ഒന്നുകിൽ കള്ളക്കേസിൽ കൊടുത്ത് വധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അകത്താക്കിയിട്ടുണ്ട്, അല്ല എങ്കിൽ അട്ടിമറിച്ചിട്ടുണ്ട്. ഇത് സൈന്യത്തിൻ്റെ ഒരു ഓപ്പറേഷണൽ ഡൈനമിക്സ് ആണ്. ഇവിടെ നോക്കൂ, ഇതെന്താണ് ഇപ്പം നമ്മൾ ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടൽ നടക്കുന്നു, ഇതിൻ്റെ സുരക്ഷാ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യണോ പിന്നീട് ചർച്ച ചെയ്യണോ എന്ന ആ ഒരു ഏറ്റുമുട്ടൽ നടക്കുന്നത് ഇത് തന്നെയാണ് പാകിസ്ഥാൻ ആഗ്രഹിച്ചത്. ഇതേ കാര്യം തന്നെയാണ് പാകിസ്ഥാനിൽ ഇതേ ചർച്ചകൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പാകിസ്ഥാൻ മീഡിയ ശ്രദ്ധിച്ചാലും മനസ്സിലാകും. പാകിസ്ഥാൻ നേതാക്കളുടെ പ്രതികരണവും ഇങ്ങനെ തന്നെയാണ്. ഈ രീതിയിൽ ഇന്ത്യയിൽ മോദിക്കെതിരെ ഇതേക്കുറിച്ച് വലിയൊരു വികാരം ഉയർന്നു വന്നിട്ടുണ്ട്. അത് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നാണ് ഉയർന്നു വരുന്നത്. അതിൽ നിന്ന് മുഖം രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നു. ഉടനെ 2019 പുൽവാമയിലേക്ക് അവർ ചർച്ച കൊണ്ടുപോകുന്നു. അവിടെ സത്യപാൽ മാലിക്കിന്റെ വെളിപ്പെടുത്തൽ അതവർ ചർച്ചയാക്കുന്നു. ഇതെല്ലാം ഇവിടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു രാജ്യത്ത് ആകമാനമുണ്ടോ എന്നറിയില്ല. കേരളത്തിൽ പക്ഷേ ഇത് ചർച്ചയാക്കുകയാണ് അല്ലേ? ഇപ്പോൾ കേരളത്തിൽ ശ്രീ മഞ്ജുഷ് വളരെ സജീവമായ ഒരു ചർച്ചയാണ്. പോളറൈസേഷൻ ഏറ്റവും കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ വടക്കേ ഇന്ത്യയിലല്ല, മറിച്ച് കേരളത്തിലാണ്. പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നത് ഒരു കമ്മ്യൂണൽ ബേസിസിൽ മതപരമായ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഒരു പോളറൈസേഷൻ ഉണ്ടാകണം. അതാണ് അവരുടെ ഓപ്പറേഷൻ സിസ്റ്റം. അങ്ങനെയാണ്. അവിടെ മതം ചോദിച്ച് വെടിവെച്ചു എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായവും ന്യൂനപക്ഷ സമുദായവും പരസ്പരം കലഹിക്കണം. ഇവിടുത്തെ ഭരണകക്ഷിയും അതിൻ്റെ പരാജയം കാട്ടിക്കൊണ്ട് ഗവൺമെൻറ്റിൻ്റെ പരാജയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷവും പരസ്പരം ഭാരതത്തിനുള്ളിൽ നിന്ന് പോരടിക്കണമെന്ന പാകിസ്ഥാൻ. കശ്മീരിൽ അത് നടന്നില്ല. കശ്മീരിൽ അവിടെ പ്രകടനത്തിൽ പങ്കെടുത്ത ആളുകളെ ശ്രദ്ധിച്ചാൽ കാണാം, കശ്മീർ ജനത ആഗ്രഹിക്കുന്നില്ല പാകിസ്ഥാൻ അതിർത്തി കടത്തിവിടുന്ന ഈ ഭീകരതയെന്ന്, ഇന്ത്യയിലേക്ക് കടത്തിവിടുന്ന ഈ ഭീകരതയെന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് പാകിസ്ഥാനിൽ സംഭവിച്ചത്. അത് നേരത്തെ ശ്രീ ടി പി ജയചന്ദ്രൻ പറഞ്ഞത് ശരിയുമാണല്ലോ ഡോക്ടർ ജി ഗോപകുമാർ. കാരണം അവിടെ
മുസ്ലിങ്ങളാണ് കൂടുതലായിട്ടും അല്ലേ, മുസ്ലിം ജനതയാണ്, കശ്മീരിലെ മുസ്ലിം ജനതയാണ് പാകിസ്ഥാൻ വിരുദ്ധ മുദ്രാവാക്യവുമായി ഇല്ലേ തെരുവിലിറങ്ങിയത്. അതെ, തീർച്ചയായിട്ടും. ഞാനിത് പത്രങ്ങളിൽ നിന്നുള്ള വാർത്തകൾ മാത്രമല്ല, എനിക്ക് തന്നെ നേരിട്ട് വ്യക്തിപരമായി പരിചയമുള്ള ജമ്മുവിലും ശ്രീനഗറിലുമുള്ള പ്രൊഫസർമാരിൽ നിന്ന് നേരിട്ട് കിട്ടിയ ഇൻഫർമേഷനാണ്. പഴയതുപോലെ ഒരിക്കലും കാശ്മീർ ഇനി ആവത്തില്ല. കാരണം കാശ്മീരിലെ മിലിറ്റൻസി തകർന്നിരിക്കുന്നു. 0.5% 1% പോലും ഇല്ലാത്ത ജനസംഖ്യയിലെ തീവ്രവാദികൾ കാണിക്കുന്നതിന് ആ സംസ്ഥാനത്തെ ഇനി കുറ്റപ്പെടുത്താൻ പറ്റില്ല. കഴിഞ്ഞ 6 വർഷമായിട്ട് ജമ്മുവിലും കാശ്മീരിലും സാമ്പത്തികമായിട്ട് നല്ല പുരോഗതി ഉണ്ടായി, സമാധാനമുണ്ടായി, കർഷകർക്ക് നല്ല വിളകൾക്ക് വില കിട്ടുന്നുണ്ട്. ടൂറിസം നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് എത്രയോ വലുതായി. 2.5 കോടി ജനങ്ങളാണ് കഴിഞ്ഞ വർഷം തന്നെ ടൂറിസ്റ്റുകളായി അവിടെ വന്നത്. അപ്പോൾ അങ്ങനെ വന്നവരെ സോഫ്റ്റ് ടാർഗറ്റിൽ അറ്റാക്ക് ചെയ്തു എന്നുള്ളത് കൊണ്ട് നമ്മൾ ആലോചിക്കണം. ജമ്മു കാശ്മീർ ഗവൺമെൻറ്റാണ് അവിടെ പോലീസിനെ നിയന്ത്രിക്കേണ്ടിയിരുന്നത്. പട്ടാളത്തെ അറിയിക്കാതെ അവിടെ ടൂറിസം സ്പോട്ടിന് ഓപ്പൺ ചെയ്തത് വാസ്തവത്തിൽ തീർച്ചയായിട്ടും ഒമർ അബ്ദുള്ള സമാധാനം പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ അതിലേക്ക് ചർച്ച പോകണ്ട. എന്തായാലും അവിടെ വളരെ സമാധാനമുണ്ട്. അവിടുത്തെ മിലിറ്റൻസി എല്ലാം വളരെ കുറഞ്ഞിരിക്കുകയാണ്. അവിടുത്തെ ജനങ്ങൾക്ക് ഇനി ഭാരതത്തിൽ നിന്ന് വിട്ടുപോകണമെന്നോ അല്ലെങ്കിൽ ഭാരതത്തിൽ നിന്ന് മാറി നിൽക്കണമെന്നുള്ള ഒരു ആഗ്രഹമില്ല. മറിച്ച് ദേശീയ യോജിപ്പ്, ഇൻ്റഗ്രേഷൻ, ആ ഏകോപനത്തിലാണ് അവർ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ 5.5 വർഷത്തിനിടയ്ക്ക് ഉണ്ടാക്കിയ കാശ്മീരിൻ്റെ പുരോഗതി ഞാനും എല്ലാം കാശ്മീർ കണ്ടിരിക്കും. പഴയ കാലത്തെ കാശ്മീരും ഇപ്പോഴത്തെ കാശ്മീരും പോയി നോക്കണം. അടിസ്ഥാന വികസനം എത്രയുണ്ടായെന്നും അവിടുത്തെ റോഡും ബാക്കി കാര്യങ്ങളും, പുതിയ ഓഫീസുകൾ, ശാസ്ത്ര സ്ഥാപനങ്ങൾ, സർവകലാശാലകൾ, മൊത്തത്തിൽ അവിടെ മാറ്റമുണ്ടാകുമ്പോൾ ജനങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഒരു മിഡിൽ ക്ലാസ്സിൻ്റെ വളർച്ചയാണ്. ആ മിഡിൽ ക്ലാസ് അവിടെ കാശ്മീരിൽ വന്നിട്ടുണ്ട്. അത് വന്നതോടുകൂടി മറ്റവർ ഒറ്റപ്പെട്ടു. അങ്ങനെ ചെയ്യുന്ന ആ ഒറ്റപ്പെടലിൽ നിന്ന്, കാരണം ഇത് പറയുമ്പോൾ 1989 മുതലുള്ള കാശ്മീരിൻ്റെ ചരിത്രം നമ്മുടെ മുമ്പിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. ആ മിലിറ്റൻസി എവിടം വരെ എത്തിയെന്നും ഞാനും അന്ന് അക്കാര്യത്തിൽ കേട്ടിട്ടുണ്ട് എത്രത്തോളം ഇന്ത്യ വിരുദ്ധതയുണ്ടെന്ന്. ആ ഇന്ത്യ വിരുദ്ധത ഇന്ന് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞു. മറിച്ച് ഇന്ത്യയുടെ ഭാഗമായിട്ട് അവർ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ നടന്ന സംഭവങ്ങളിൽ നമുക്കറിയാമല്ലോ, ഒരു കുതിരസവാരി ചെയ്യുന്ന ഒരു പാവപ്പെട്ട ഒരു കാശ്മീരി പോലും വെടിവെപ്പിൽ മരിക്കുകയാണ്. അവർ ടൂറിസ്റ്റുകളെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ. ഇതിൽ കൂടുതൽ അവരുടെ ജീവത്യാഗം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അപ്പോൾ കാശ്മീർ എന്ന് പറയും, നമ്മളൊരു കാര്യം പ്രത്യേകം ആലോചിക്കണം. രാജ്യത്തിന് തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ് കാശ്മീർ. നമുക്കത് ജോഗ്രഫിക്കൽ മാത്രമല്ല, ആ ജോഗ്രഫിയോടൊപ്പം ഈ വെള്ളത്തിൻ്റെ കാര്യത്തിലും വലിയ പ്രശ്നമാണ്. കാരണം ഈ പണ്ട് മുതലേ തന്നെ ചെനാബ് നദിയും ജലവും സിന്ധും ഇത് പാകിസ്ഥാൻ ആഗ്രഹിച്ചാണ്. കാശ്മീരിലെ ജനങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല, അവിടുത്തെ ധാതു വിഭവങ്ങളും പുറമേ ജലവിഭവങ്ങളും മറ്റും കിട്ടാൻ വേണ്ടിയുള്ള ആ പരിശ്രമമാണ്. നമുക്ക് കാശ്മീരിനെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ കഴിയില്ല. അന്നും പറ്റില്ല, ഇന്നും പറ്റില്ല, നാളെയും പറ്റില്ല. സിന്ധു നദീജല കരാർ എന്തുകൊണ്ട് പാകിസ്ഥാനെ ഇത്രത്തോളം പ്രകോപിപ്പിക്കുന്നു? തീർച്ചയായിട്ടും അതവരെ പ്രകോപിപ്പിക്കുന്ന കാരണം കർഷകരുടെ കാര്യം ബുദ്ധിമുട്ടിലാകും. ആ നിലയ്ക്ക് അവരുടെ വികാരം ഉണർത്തുക എന്നുള്ളത് മാത്രമാണ് ഈ പ്രഖ്യാപനങ്ങൾക്ക്. അതെ, കാരണം ഞങ്ങൾ വെള്ളം കുടിപ്പിക്കുന്നു, വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. പാകിസ്ഥാൻ്റെ സമ്പദ്ഘടന തകരുമല്ലോ. നമ്മളെടുത്ത നടപടി എന്താണ്? നയതന്ത്രപരമായ നടപടികളെടുത്തു, തന്ത്രപ്രധാനമായ നടപടികളെടുത്തു, സാമ്പത്തികമായ നടപടികളെടുത്തു. പൊടുന്നവർ യുദ്ധം പ്രഖ്യാപിക്കുന്നത് മണ്ടത്തരമല്ലേ? അങ്ങനെ യുദ്ധം പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല. അതല്ലാതെ തന്നെ പാകിസ്ഥാനെ ഞെരുക്കാനുള്ള സാഹചര്യം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ സമയത്ത് സാമ്പത്തികമായിട്ട് എടുത്ത ഞെരുക്കങ്ങൾ, പ്രത്യേകിച്ച് ജലവിഭവങ്ങൾക്ക് അതിൻ്റെ പിന്തുണ ഇല്ലെങ്കിൽ അവിടെ ആഹാരത്തിനും മറ്റ് ഭക്ഷ്യവിഭവങ്ങൾക്കൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ ജനങ്ങൾക്ക് പാകിസ്ഥാനെ തിരിച്ച് അവരുടെ ജനങ്ങളുടെ ഇടയിൽ ദേശീയത വളർത്താൻ ശ്രമിക്കുന്നു. കാരണം ഇന്ത്യ ഞങ്ങൾക്ക് വെള്ളം തരുന്നില്ല. ഈ പ്രശ്നം ഇന്നലെയും തുടങ്ങിയല്ല, പണ്ട് മുതലേ തുടങ്ങിയാണ്. ഇപ്പോൾ പ്രധാനമായിട്ട് 6 നദികളാണ് സിന്ധിൽ ആയിട്ട് ഉള്ളത്. അതിൽ കിഴക്കൻ ഭാഗത്തുള്ള നദികളെല്ലാം ഇന്ത്യക്ക് പൂർണ്ണ അവകാശവും, പടിഞ്ഞാറൻ ഭാഗത്തുള്ളതിലാണ് ഇന്ത്യ ഉപയോഗിച്ച് കഴിഞ്ഞ് ബാക്കി പാകിസ്ഥാന് പോകുന്നത്. പക്ഷേ നമ്മൾ തന്നെ കിഷൻഗഞ്ചിലും മറ്റുമൊക്കെ വൈദ്യുതി ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങളും ആ ഇലക്ട്രിസിറ്റി ജനറേഷനുള്ള സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിച്ച് വന്ന് അത് തന്നെ പാകിസ്ഥാൻകാർ മനസ്സിലാക്കി അതിനെ എതിർക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം നമ്മൾ ഉപയോഗിച്ചിട്ടാണ് അവർക്ക് കൊടുക്കുന്നത്. പക്ഷേ ഈ വെള്ളമേ തരുന്നില്ല, ഡൈവേർട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ അവർ ഡെസ്പറേറ്റ് ആയി എന്നുള്ളത്. വാസ്തവത്തിൽ അവർ ചെയ്യേണ്ടത് അന്തർദേശീയ ബോഡികളിൽ ചെന്ന് ഇത് റിക്വസ്റ്റ് ചെയ്യണം. അങ്ങനെ റിക്വസ്റ്റ് ചെയ്യുമ്പോഴാണ് മിലിറ്റൻസിക്ക് ആദ്യം സമാധാനം പറയാൻ പാകിസ്ഥാൻ ഉത്തരവാദിത്തമുള്ളത്. അവിടെയല്ലേ സമാധാനം പറയുവാൻ പാകിസ്ഥാന് ബുദ്ധിമുട്ടുമുണ്ട്. ഈ കള്ളപ്രചാരണങ്ങൾ അവിടെ അവതരിപ്പിക്കേണ്ടി വരും. അതാരെ വിശ്വസിക്കുന്നത്? അതെ, ആവർത്തിക്കേണ്ടി വരും. ഇന്ത്യയുടെ കയ്യിൽ തെളിവില്ല. ഇന്ത്യ ഓരോ ഭീകരാക്രമണങ്ങൾക്കും
ഉത്തരവാദിത്തം പാകിസ്ഥാന്റെ മേൽ വെച്ച് കെട്ടുകയാണ് എന്നുള്ള പ്ലോട്ടുകളാണ് ഇപ്പോഴും അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഒക്കെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ശ്രീ CK ഷാക്കിർ, ഈ നീക്കങ്ങൾ പാകിസ്ഥാനിൽ നടക്കുമ്പോൾ പക്ഷെ നിങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഗോകുമാർ സാർ പോലും പറഞ്ഞു എന്തിനാണ് ആ കാര്യങ്ങളിൽ ഇപ്പോൾ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുന്നത് എന്ന്. സുരക്ഷയുടെ കാര്യം അന്വേഷിക്കണം, അതുപോലെ തന്നെ മുൻ ആക്രമണങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം, അതുപോലെ തന്നെ മുൻപ് ആക്രമണം നടന്ന സമയത്ത് അന്നത്തെ പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്തായിരുന്നു, ഇതിനെക്കുറിച്ച് ചർച്ച വേണം. എന്തിന് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ഡൈവേർട്ട് ചെയ്യുന്നു? അതായത് നമ്മൾ പ്രധാനമായി പരിഗണിക്കേണ്ടത് ഇന്ത്യയിലെ ജനങ്ങളുടെ സുരക്ഷയല്ലേ, അല്ലാതെ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയി നമ്മൾ ആക്രമിക്കുമ്പോൾ ആ രാജ്യം ഇതിന് ഉത്തരവാദിയാണെങ്കിൽ ആക്രമിക്കണമെന്ന് സംശയമില്ല. ഉത്തരവാദിയാണെങ്കിൽ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഉത്തരവാദിയാണല്ലോ, പാകിസ്ഥാനാണല്ലോ ആക്രമണത്തിന് ഉത്തരവാദി. ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞ പിന്നെ ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു നമ്മളെ എല്ലാവരും ഈ പ്രശ്നം ഭീകരാക്രമണം ഉണ്ടായപ്പോൾ ഒറ്റക്കെട്ടായി സർക്കാരിന് പിന്തുണ കൊടുത്തു. അത് പ്രതിപക്ഷ കക്ഷികൾ എല്ലാവരും കൊടുത്തു, തർക്കമൊന്നുമില്ല. പക്ഷേ സർക്കാരിന്റെ നീക്കങ്ങൾ ഓരോന്നും സർവകക്ഷി യോഗം വിളിച്ച പ്രധാനമന്ത്രി ബീഹാറിൽ രാഷ്ട്രീയ പ്രചരണത്തിന് പോയാൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അദ്ദേഹത്തിന് ആത്മാർത്ഥയെ ചോദ്യം ചെയ്യണ്ടേ, സംശയിക്കണ്ടേ? സ്വാഭാവികമല്ലേ? ഈ 4 കിലോമീറ്റർ ചുറ്റളവിൽ നടന്നു പോകാൻ മാത്രം അല്ലെങ്കിൽ കുതിര സവാരി വഴി മാത്രം സഞ്ചരിക്കാൻ സൗകര്യമുള്ള ഒരു സ്ഥലത്ത് തീവ്രവാദികൾ ഇങ്ങനെ കൊടും ക്രൂരത ചെയ്ത് തിരിച്ചു പോയിട്ട് അവരെ പിടികൂടാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം ഇതിനെ ആരെങ്കിലും സംശയം ഉന്നയിച്ചാൽ, ജനങ്ങളുടെ ജീവന് വേണ്ടി മുറവിളി കൂട്ടിയാൽ അവിടെ അവരെ വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കാൻ BJPയെ പോലെയുള്ള ആൾ മുന്നോട്ട് വരുമ്പോൾ തൽക്കാലം അതിനൊന്നും കീഴടങ്ങുന്ന പ്രശ്നമില്ല. നമ്മൾ ഈ രാജ്യത്ത് ജനങ്ങളുടെ ജീവന്റെ അല്ലെങ്കിൽ ജീവന് വേണ്ടിയിട്ടാണ് ഒന്നാമതായി വാദിക്കുന്നത്. നമുക്കറിയാം. ഇപ്പൊ ഇവിടെ നേരത്തെ സംസാരിച്ച അദ്ദേഹം പറഞ്ഞല്ലോ, കാശ്മീരിലെ സാഹചര്യം മാറിയിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ ഉപജീവനവും അതിജീവനവുമാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി അവർ ഏത് തരത്തിലും തീവ്രവാദികൾക്കെതിരെ ശക്തമായി നിലകൊള്ളുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഇപ്പൊ പ്രശ്നമുണ്ടായപ്പോ അവിടെ ഹർത്താൽ പ്രഖ്യാപിച്ചു. ആരാ പ്രഖ്യാപിച്ചത്? ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ്. എല്ലാവരും തീവ്രവാദത്തിനെതിരാണ്. ഈ തീവ്രവാദികൾ വന്നപ്പോ നമുക്കറിയാം, സയ്യിദ് ആദിൽ ഹുസൈൻ എന്ന് പറയുന്ന കുതിര സവാരിക്കാരൻ എത്രയോ മനുഷ്യരെ രക്ഷപ്പെടുത്തി. അതിനു പുറമെ അദ്ദേഹം തന്നെ ഇതിന് പരിചയമായി നിന്ന് പിന്നെ എന്താ പറയാ രക്തസാക്ഷിയായി. ഇതിനപ്പുറത്ത് നമ്മുടെ രാമചന്ദ്രൻ എന്ന് പറയുന്ന മലയാളിയായി കൊല്ലപ്പെട്ട ഈ സഹോദരന്റെ മകൾ ഹാജിര പറഞ്ഞ പ്രയോഗമുണ്ട്, എനിക്ക് എന്റെ അച്ഛനെ നഷ്ടമായി, പക്ഷെ എനിക്ക് 2 സഹോദരങ്ങളെ കശ്മീരിൽ നിന്ന് കിട്ടിയത്, മുസാഫിറും സമീറും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ വിഷയം ഉണ്ടായപ്പോ അവിടെ മതമോ രാഷ്ട്രീയമോ മറ്റു താല്പര്യങ്ങളോ നോക്കാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നതാണ് രാജ്യം. ആ ഒറ്റക്കെട്ടായി രാജ്യം നിൽക്കുമ്പോ അതിൽ രാഷ്ട്രീയം കാണുന്ന BJPയും ഭരണകൂടവും അതിലാരാണ് രാഷ്ട്രീയം കാണുന്നത്? നിങ്ങളല്ലേ? രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നത് നിങ്ങൾ തന്നെയല്ലേ? ഞാൻ ചോദിക്കട്ടെ മഞ്ജുഷേ, പ്രധാനമന്ത്രി സർവകക്ഷി യോഗം വിളിക്കാൻ വേണ്ടി സൗദിയിൽ നിന്ന് സന്ദർശനം വെട്ടിച്ചുരുക്കി നാട്ടിൽ വന്നിട്ട് കാശ്മീരിലേക്ക് പോകാതെ സർവകക്ഷി യോഗത്തിലിരിക്കാതെ ബീഹാറിലെ രാഷ്ട്രീയ പ്രചരണത്തിന് പോയത് ശരിയാണോ? ശരി. ശ്രീ ടി പി ജയചന്ദ്രൻ ബീഹാറിൽ രാഷ്ട്രീയ പ്രചാരണ യോഗത്തിൽ പങ്കെടുത്തതാണ് ഇപ്പോൾ പ്രതിപക്ഷം ആയുധമാക്കുന്നത്. മഞ്ജുഷേ, വിവരക്കേട് ഒരു തെറ്റല്ല, പക്ഷെ ഒരു നുണ 100 തവണ ആവർത്തിച്ച സത്യമാകുമോ? അല്ല മിസ്റ്റർ ഷക്കീർ, അങ്ങ് ഇവിടെ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ടോ? പ്രഖ്യാപിക്കാത്ത തെരഞ്ഞെടുപ്പ് റാലിക്കാണോ പോയത്? ഇതിവിടെ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ആളുകൾ ഇങ്ങനെ നിരന്തരമായി ഒരു നുണ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഞാൻ കൃത്യമായിട്ട് പറയാം. ഷക്കീർ പ്ലീസ്, ഇത് ശരിയല്ല ഷക്കീറെ. നിങ്ങളുടെ അവസരത്തിൽ നിങ്ങൾ മറുപടി പറയുകയും മറ്റുള്ളവർ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ ശ്രമിക്കുമ്പോൾ കേൾക്കാനുള്ള ഒരു മര്യാദ രാഷ്ട്രീയത്തെ കാണിക്കണം. ഞാൻ ചോദിക്കട്ടെ സർ, കേന്ദ്രം നേരത്തെ തീരുമാനിച്ച അത് രാഷ്ട്രീയ പൊതുയോഗമായിരുന്നോ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഷക്കീർ ഈ തെങ്ങും പള്ളിയൊക്കെ വിവരക്കേട് പറയുന്നത്? പഞ്ചായത്തി രാജ് ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിച്ച പ്രോഗ്രാമിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുത്തു. ആ പങ്കെടുത്തതിൽ നിങ്ങൾക്കറിയാമല്ലോ, ഹിന്ദി ബെൽറ്റാണ് ബീഹാർ. ഞാൻ ജോലി ചെയ്ത സ്ഥലമാണ്, എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ സംസാരിച്ചത് ഇംഗ്ലീഷിലാണ്. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുടെ അതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് യോഗമല്ല, ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയോടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി സംസാരിച്ചത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നമുക്കറിയാം, ഇന്ത്യയിൽ എവിടെ സംസാരിക്കുമ്പോഴും അദ്ദേഹം ഹിന്ദിയിലാണ് സംസാരിക്കാറ്. പക്ഷേ ബീഹാറിൽ നേരത്തെ തീരുമാനിച്ച പഞ്ചായത്തി രാജ് ആഘോഷവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ പ്രോഗ്രാമിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുത്തു. അദ്ദേഹം ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയോട് കാര്യങ്ങൾ സംസാരിച്ചു. ഇത് പറയാതെ
നിങ്ങൾ അവസരം വരുമ്പോ പറ ഷക്കീറെ. നിങ്ങൾ ചോദിച്ച കുറെ ശരി, പറയാനുണ്ടല്ലേ? ഒന്ന് അല്ലല്ല, അത് ശ്രീ ടി പി ജയചന്ദ്രൻ പറഞ്ഞത് ശരിയാണ്. അദ്ദേഹം ഹിന്ദിയിൽ സംസാരിച്ചു തുടങ്ങി അവസാനം ഞാൻ ഇനി പറയട്ടെ. ആഗോള തലത്തിൽ ഇന്ത്യയുടെ നിലപാട് പറയുന്നതിന് വേണ്ടി അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് സംസാരം മാറ്റുകയും ചെയ്തു. അദ്ദേഹം എവിടെ വിളിച്ചുകൂടി എന്നാണ്. അദ്ദേഹം തുടരട്ടെ. ഞാൻ ചോദ്യം ചോദിക്കട്ടെ അദ്ദേഹത്തോട്. അല്ല, നിങ്ങൾ അവസരം വരുമ്പോ ചോദിച്ചോ, ഞാൻ പറഞ്ഞോളാം. ഞാൻ ചോദിച്ചോട്ടെ. എന്താണ് ഷാജിർ, എന്താണ് ഷാജിർ? നിങ്ങൾ ചോദിച്ച കുറയില്ലേ, ഞാൻ അതൊന്ന് പറഞ്ഞോട്ടെ. അല്ലേ, ഞാൻ കുറെ നിങ്ങൾ ചോദിച്ചത് കുറയില്ലേ, ഞാൻ അതൊന്ന് പറഞ്ഞോട്ടെ. എന്റെ അവസരല്ലേ ഷക്കീറെ? അല്ല, അതൊന്ന് ചോദിച്ചോട്ടെ. ശ്രീ ടി പി ജയചന്ദ്രൻ അദ്ദേഹം ചോദ്യം ചോദിച്ചാൽ അത് തീരുമല്ലോ. അല്ല, എന്താണ് ചോദിക്കുക, കേൾക്കട്ടെ. നിങ്ങൾ തുടർന്നോളൂ. അതായത് നിങ്ങൾ ഇപ്പൊ പറഞ്ഞു ബീഹാറിൽ നേരത്തെ തീരുമാനിച്ച പഞ്ചായത്തി രാജിന്റെ ആഘോഷവുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമന്ത്രി പോയത്. 3 ദിവസം രാജ്യത്ത് ദുഃഖാചരണം പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി സൗദിയിൽ നിന്ന് സന്ദർശനം വെട്ടിച്ചുരുക്കി സർവകക്ഷി യോഗം വിളിച്ച് ആ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കാതെ ഈ കുറ്റവാളികളെ പിടികൂടാൻ നിൽക്കാതെ ഈ ആഘോഷത്തിൽ പോയതാണ് ബീഹാറിൽ. അതാണ് BJP വലിയ സംഭവമാക്കിയിരിക്കുന്നത്. അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാൻ മറ്റേ കഴിയുമായിരുന്നില്ലേ? അവിടെ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, സ്വാഭാവികമായി ആ ലക്ഷ്യമാക്കി പോയതാണ്. മുസ്ലിം ലീഗിന് ഇന്ത്യയിൽ അധികാരം കിട്ടുമ്പോ നിങ്ങൾ ഇതൊക്കെ ചെയ്തോളൂ. ഞങ്ങള് ഇന്ത്യ രാജ്യത്ത് ചെയ്യുന്നത് ഈ രാജ്യത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? പിന്നെ നിങ്ങൾ പറഞ്ഞു എന്തോ വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായി, ഗവൺമെന്റ് തെറ്റുപറ്റി. അല്ല, നിങ്ങളുടെ മുന്നണിയല്ലേ ജമ്മു കാശ്മീർ ഭരിക്കുന്നത്? വസന്ത് തെങ്ങുംപള്ളിയും ഷക്കീറും പറഞ്ഞ ഇതേ അഭിപ്രായം ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിക്കുണ്ടോ? ഏതെങ്കിലും ഒരു സമയത്ത് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി, ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന അവിടെ ജയിച്ചു വന്ന മുഖ്യമന്ത്രി, ഇന്ത്യ മുന്നണികളെ സഖ്യകക്ഷികൾ ആരെങ്കിലും കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ? വസ്തുതകൾ ഇതല്ല. മറിച്ച് ഇവിടെ വന്ന് പച്ചക്കളവ് നിരന്തരമായിട്ട് പറയുകയാണ്. വേറൊരാൾ പറയുന്നത്, കോൺഗ്രസിന്റെ പ്രതിനിധി, സുരക്ഷയെ കുറിച്ച് ഞങ്ങൾ പറയുമെന്ന് ആവേശം കൊള്ളുന്നു. അല്ല സർ, ഇന്ത്യയുടെ 2 പ്രധാനമന്ത്രിമാര് അവരുടെ ജീവൻ രക്ഷിക്കാൻ ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനത്തിന് കഴിയാതെ പോയ കാലഘട്ടമുണ്ട്. പക്ഷെ അന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷം കുറ്റപ്പെടുത്താൻ വന്നില്ല. നമുക്കറിയാം, അത് ദുഃഖകരമായ കാര്യമാണ്. ഇന്ത്യ പ്രധാനമന്ത്രിയെ, നിങ്ങളുടെ 2 പ്രഗത്ഭരായ നേതാക്കന്മാരുടെ പ്രധാനമന്ത്രിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയാത്തവരാണ് സുരക്ഷാ വീഴ്ചയെ കുറിച്ച് പറയുന്നത്. ഇനി സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? പരിശോധിക്കണം. പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇന്ത്യൻ പട്ടാളത്തിന് അവർക്ക് ഇത്തരം ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിനെ പരിശോധിക്കാനും അതിനെ പ്രവർത്തിക്കാനുമുള്ള സംവിധാനം അവരുണ്ട്. അത് ആദ്യത്തെ പരിഗണന എന്താണ്? ഫസ്റ്റ് പ്രിഫറൻസ് ഈസ് അത് ആ സംസ്ഥാനത്ത് നോർമൽസി എത്തിക്കുക, അതിന് കൃത്യമായ മറുപടി നൽകുക. ഇനി ചിലർ ജമ്മു കാശ്മീരിലെ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ഓർന്നു. ഞാൻ പരസ്യമായിട്ട് പറയാം, ഒരു തുറന്ന സംവാദത്തിന് ജമ്മു കാശ്മീർ UPA ഭരിച്ച കാലഘട്ടത്തിലും കോൺഗ്രസ് ഭരിച്ച കാലഘട്ടത്തിലും ഉണ്ടായിരുന്ന സംഭവങ്ങൾ, അതിനോട് സർക്കാർ ചെയ്ത പ്രതികരണങ്ങൾ, സർക്കാർ അതിനോട് കാണിച്ച പ്രതിപത്തി, സർക്കാർ ഒളിച്ചോടിയിട്ടുണ്ടോ ഇല്ലയോ, ഈ ഗവൺമെന്റ് ഓരോ വിഷയവും നടന്നപ്പോൾ കൃത്യമായിട്ട് എന്തൊക്കെ ചെയ്തു എന്നും എവിടെയൊക്കെ എത്തിയെന്നും പാകിസ്ഥാന്റെ വാക്കുകളിൽ തന്നെ ഇന്ന് കാര്യങ്ങൾ വ്യക്തമല്ലേ? ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന മറുപടി അല്ല, ഒന്ന് അദ്ദേഹം പറയുന്നത് ബീഹാറിലേക്ക് പോയത്, എനിക്ക് പാകിസ്ഥാനെ പറ്റി കൂടി പറയാനുണ്ട് കേട്ടോ. ഇദ്ദേഹം ഈ നിരന്തരമായി ഇങ്ങനെ കപടത പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഉത്തരം. അതായത് ഒന്ന് അദ്ദേഹം പറയുന്നത് എന്താണ്, മോദി അവിടേക്ക് പോയത് കേന്ദ്ര സർക്കാർ തീരുമാനിച്ച അതിതന്ത്രപ്രധാനമായ പരിപാടിയിലേക്കാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കാം, രാജ്യത്ത് ദുഃഖാചരണം പ്രഖ്യാപിച്ച നരേന്ദ്രമോദിക്ക് ഈ ദുഃഖാചരണം ബാധകമല്ലേ? 2, ഇന്ത്യ ടുഡേ റിപ്പോർട്ടാണ്, PM മോദി ടു അഡ്രസ് പബ്ലിക് റാലി ഇൻ ബഹൽപൂർ എഹോഡ് ഓഫ് ബീഹാർ ഇലക്ഷൻസ്. അതായത് നിങ്ങൾ അവിടെ പോയത്, പ്രധാനമന്ത്രി അവിടെ പോയത് കേന്ദ്ര സർക്കാരിന്റെ പരിപാടിയാണ്. അതിന്റെ പേര് കിസാൻ സമ്മാന നിധി. അറിയാമല്ലോ, ഈ 2000 രൂപ എല്ലാവർക്കും വരുന്ന പരിപാടി. പറയട്ടെന്നേ, റാലിയാണെന്ന് നിങ്ങൾ പറഞ്ഞു, അതുകൊണ്ടാണ്. അത് ശരിയാണോ തെറ്റാണോ? ഇന്ത്യ ടുഡേ റിപ്പോർട്ടാണ്. നിങ്ങൾ അവർക്കെതിരെ കേസ് കൊടുക്കുക. പറയട്ടെ, താങ്കൾ സംസാരിച്ചപ്പോൾ ഇടപെട്ടില്ലല്ലോ, പറയട്ടെ. അപ്പോ പബ്ലിക് റാലിയിൽ തന്നെയാണ് അഭിസംബോധന ചെയ്തത്. കിസാൻ സമ്മാന നിധി 2000 രൂപ വീതം കൊടുക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയുടെ 17ാം ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള യോഗമായിരുന്നു അത്. അത് അത്രമാത്രം പ്രധാനപ്പെട്ട യോഗമാണോ എന്ന് BJP പ്രതിനിധി പറയണം. 2, ബീഹാറിൽ ഈ പരിപാടിക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട ബീഹാർ BJP പ്രസിഡന്റ് അദ്ദേഹം കൃത്യമായി പറഞ്ഞെന്താണെന്ന് അറിയാമോ? ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നിതീഷ് മോദി സഖ്യം
200 സീറ്റുകൾ നേടുമെന്നാണ്. അതായത് നിങ്ങളുടെ ഇലക്ഷൻ പരിപാടി തന്നെയായിരുന്നു. ഈ ഇലക്ഷൻ പരിപാടി അല്ല എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ തന്നെ രാജ്യത്ത് ദുഃഖാചരണം നടക്കുന്ന സമയത്ത് കാശ്മീരിലേക്ക് പോലും പോകാതെ രാഹുൽ ഗാന്ധി പോയല്ലോ. AICCയുടെ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പോയില്ലേ? കോൺഗ്രസിന്റെ പ്രതിപക്ഷത്തിന്റെ നേതാക്കൾ എല്ലാവരും പോയില്ലേ? നിങ്ങളുടെ കൂടെയുള്ള സഖ്യകക്ഷികളുടെ നേതാക്കൾ പോയില്ലേ? അപ്പൊ അവിടെ ഒന്നും പോകാതെ ഈ 2000 രൂപ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുന്നതിന്റെ 17ാമത്തെ ഇൻസ്റ്റാൾമെന്റിന്റെ വാർഷികം ആഘോഷിക്കാൻ മോദി അവിടെ പോയത് ശരിയായില്ല എന്നത് പറയും. അതിന്റെ പേരിൽ നിങ്ങൾ എന്നെ രാജ്യദ്രോഹിയാക്കിയാൽ അതങ്ങ് നിങ്ങളുടെ മറ്റേ RSS ആസ്ഥാനത്ത്, നാഗ്പൂർ ആസ്ഥാനത്ത് ആ ഓല വെച്ചാൽ മതി, ആ വാറോല അവിടെ വെച്ചാൽ മതി. ഇനി അവിടെ കൊള്ളുന്നില്ലെങ്കിൽ കൊണ്ടുവന്ന് മാരാർജി ഭവനിൽ വെച്ചേക്കൂ. ഞങ്ങളുടെ ആരെയും നേർക്കെടുക്കാൻ ആ ചാപ്പ ഞങ്ങളുടെ മേൽ കുത്താൻ ഇറങ്ങി പുറപ്പെടണ്ട. ഇനി പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് നോക്കൂ, ഈ രാജ്യം സ്വതന്ത്രമായ സമയത്ത് തന്നെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ഒരു രാജ്യമാണ്. ഇന്ന് ഇന്ത്യ ലോകശക്തികളിൽ തന്നെ ഒന്നാമതെത്താൻ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് 2014 തൊട്ടാണെന്ന് ഇവർ പറയും. പക്ഷെ അതല്ല യാഥാർത്ഥ്യമെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് ബോധ്യമാകും. അതിൽ BJP ഗവൺമെന്റിന്റെ പങ്കുമുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഇന്ന് പാകിസ്ഥാന്റെ അവസ്ഥ എന്താണ്? ഭക്ഷണം കിട്ടണമെങ്കിൽ ഭിക്ഷ യാചിക്കേണ്ട അവസ്ഥയാണ് പാകിസ്ഥാൻ. ഭക്ഷണം കിട്ടണമെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളുടെ മുമ്പിൽ പോയി തെണ്ടേണ്ട അവസ്ഥ, പിച്ചച്ചട്ടിയുമായി ഭിക്ഷ എടുക്കേണ്ട അവസ്ഥയിലാണ് പാകിസ്ഥാൻ. അവരെ സംബന്ധിച്ചിടത്തോളം അവർ കാണിച്ച നെറുകേടിന്റെ, അവർ വളർത്തിയ ഭീകരവാദത്തിന്റെ, അവർ കാണിച്ച കൊള്ളരുതായികളുടെ ഒക്കെ ഫലം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ഈ ഡിപ്ലോമാറ്റിക് മൂവ്മെന്റ്, അതായത് സിന്ധു നദീതട കരാർ റദ്ദാക്കുന്ന ഡിപ്ലോമാറ്റിക് മൂവ്മെന്റ് അവരെ സംബന്ധിച്ച് കൊണ്ട് പഠിച്ചേ മതിയാവുകയുള്ളൂ. അവരെ സംബന്ധിച്ച് യാതൊരു തരത്തിലും അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഇപ്പോൾ ഭിക്ഷ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഭിക്ഷ പോലും കിട്ടില്ല എന്ന അവസ്ഥയിലേക്ക് അവർ പോവുകയാണ്. അതുകൊണ്ട് പഠിക്കാത്ത പാകിസ്ഥാൻ, കേട്ടു പഠിക്കാത്ത പാകിസ്ഥാൻ കൊണ്ടു തന്നെ പഠിക്കണം. കേന്ദ്ര സർക്കാരിന്റെ നടപടി ശരിയാണ്, മോദി എടുത്ത തീരുമാനം ശരിയാണ് അല്ലേ? അല്ല, ആ ഡിപ്ലോമാറ്റിക് മൂവ്മെന്റ് ശരിയാണ് അല്ലേ? അങ്ങ് അധികം ഒന്നും ചെയ്യണം. ഇതിനു മുമ്പും ഡോക്ടർ മൻമോഹൻ സിംഗ് അടക്കമുള്ളവർ ഡിപ്ലോമാറ്റിക് മൂവ്മെന്റുകൾ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയാത്തത് നിങ്ങൾക്ക് ചരിത്രത്തോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടും ചരിത്രത്തിൽ നിങ്ങൾക്ക് പങ്കില്ലാത്തത് കൊണ്ടുമാണ്. ഞങ്ങളെ സംബന്ധിച്ച് മോദിയെ പോലെ ഇത് തെറ്റാണെന്ന് വിളിച്ചു പറയുന്ന നയം ഞങ്ങൾക്കില്ല. ഞങ്ങൾ പറഞ്ഞല്ലോ, ഇന്ത്യ എടുത്ത് ഈ ഡിപ്ലോമാറ്റിക് മൂവ്മെന്റ് ശരിയാണ്, തെറ്റാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. അത് ശരി തന്നെയാണ്, അങ്ങനെ തന്നെയാണ് തിരിച്ചടിക്കേണ്ടത്. പക്ഷെ ആ തിരിച്ചടി മാത്രം പോരാ. ഇവിടെ വന്ന് നമ്മുടെ സഹോദരങ്ങളുടെ ജീവൻ കവർന്നെടുത്ത് പോകുക മാത്രമല്ല ഈ ടെററിസ്റ്റുകൾ ചെയ്തത്. മറിച്ച് സംഘപരിവാരടക്കമുള്ള ഈ രാജ്യത്തോട് കപടസ്നേഹം കാണിക്കുന്ന ചില കൊള്ളരുതാത്തവന്മാർക്ക് സോഷ്യൽ മീഡിയയിൽ വിദ്വേഷം പുലർത്താൻ വേണ്ടി, വർഗീയ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ഒരു അവസരം കൂടി ഉണ്ടാക്കി കൊടുക്കാൻ അവർ ശ്രമിച്ചു. അത് 1% ഉള്ളൂ കേട്ടോ. പക്ഷെ ആ 1%ത്തിന് വർഗീയ വിദ്വേഷം ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തവന്മാരാണ് ഇന്ന് ജീവനോടെ ഇരിക്കുന്നത്. അപ്പോ ഇന്ത്യ എന്ന് കേട്ട അവരുടെ മുട്ടുകാല് പറയ്ക്കുന്ന മറുപടി കൊടുക്കണം. അതിൽ എന്താ സംശയം? ആ കാര്യത്തിൽ സർക്കാരിനൊപ്പം പരിപൂർണ പിന്തുണയുമായി പ്രതിപക്ഷം ഉണ്ടാവും. ശരി, ഡോക്ടർ ജി ഗോപകുമാർ, പ്രതിപക്ഷം ഇക്കാര്യത്തിൽ നിലപാട് എടുക്കുന്നതിൽ ബുദ്ധിമുട്ടുന്നുണ്ടോ? അപ്പോൾ എന്തായാലും ഈ രാജ്യസ്നേഹത്തിന്റെ സമയമാണ്, ദേശത്തോടൊപ്പം നിൽക്കേണ്ട സമയമാണ്. അതുകൊണ്ട് പ്രതിപക്ഷത്തിന് അങ്ങനെ നിന്നേ പറ്റുകയുള്ളൂ. പക്ഷേ അതിനിടയിലും അവർ രാഷ്ട്രീയ നേട്ടം BJPയും കേന്ദ്ര സർക്കാരും ഉണ്ടാക്കുമോ എന്ന് ഭയപ്പെടുന്നുമുണ്ട്. അതല്ലേ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നത്? അല്ല, അത് ഇത്തരമൊരു അടിയന്തര ഘട്ടങ്ങളിൽ ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കുന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും നല്ല നടപടി. അത് അവർ ചെയ്യുന്നുമുണ്ട്, ഒരു വലിയ പരിധിവരെ ചെയ്യുന്നുമുണ്ട്. ഇപ്പോൾ 4 ദിവസമല്ലേ ആയുള്ളൂ. നമുക്ക് ഒരു ഗവൺമെൻറ് ചെയ്ത പ്രവൃത്തികളിൽ എന്തെങ്കിലും പാളിച്ചകളുണ്ടെങ്കിൽ അത് പറയാനുള്ള സമയം വരുന്നുണ്ട്. അത് വേണ്ട രീതിയിൽ വിമർശിക്കാവുന്നതേ ഉള്ളൂ. അത് ജനാധിപത്യ സംവിധാനത്തിൽ അതിന് നല്ല സ്പേസ് കൊണ്ട് അത് വേണം, ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇത് പൊടുന്നനവേ ഇത് ചെയ്യുമ്പോൾ ഇത് കൊടുക്കുന്ന ചില അപായ മറുവശത്ത് അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ നമ്മൾ പറയുന്നതെല്ലാം ലോകമെമ്പാടും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അല്ലെങ്കിൽ ഷാക്കിർ അതിന് മറുപടി നൽകുക. കാരണം എതിർവശത്ത് നിൽക്കുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ ആത്മവിശ്വാസം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, അല്ലെങ്കിൽ ഒറ്റ ഘടകമേ ഉള്ളൂ. മറ്റൊരു കാര്യത്തിലും ഇന്ത്യയെ വെല്ലുവിളിക്കുവാൻ പാകിസ്ഥാന് കഴിയുന്നില്ല. അതുകൊണ്ട് അവിടെ നിന്ന് ഉയർന്നു വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ പ്രതിപക്ഷം മോദിക്കെതിരാണ്. ആ ഒരു വാചകം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസം പാകിസ്ഥാൻ ഉണ്ടാക്കി കൊടുത്താൽ ഇത് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. മാത്രമല്ല, ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. പാകിസ്ഥാൻ പാകിസ്ഥാൻ വാസ്തവത്തിൽ ആഗ്രഹിച്ചത് ഈ നാട്ടിൽ ഒരു ധ്രുവീകരണം ഉണ്ടാകണമെന്നാണ്. നിരപരാധികളായ
ആയുധങ്ങളൊന്നുമില്ലാതെ സാധാരണക്കാരനായ ടൂറിസ്റ്റുകളെ ആക്രമിക്കുമ്പോൾ അവരുടെ ജാതി നോക്കി കൊല്ലുന്നൊരു സംവിധാനം ഈ രാജ്യത്തിനകത്ത് പാകിസ്ഥാനിലുള്ളതുപോലെ വർഗീയ കലാപം ഉണ്ടാക്കണമെന്നും ധ്രുവീകരണം ഉണ്ടാകണമെന്നും ആഗ്രഹിച്ച് ചെയ്തതാണ്. അത് പാകിസ്ഥാൻ തന്നെ ചെയ്തതാണ്, യാതൊരു സംശയമില്ല. അപ്പോൾ ഇത്തരം പശ്ചാത്തലത്തിൽ പാകിസ്ഥാന് അനുകൂലമായ ഫാക്ടേഴ്സ് നമ്മൾ അങ്ങോട്ട് ഇട്ടുകൊടുക്കരുതെന്നാണ് ഈ പറയുന്നത്. അസീം മുനീറിന്റെ പ്ലാനാണത്, അതാണ് ഇവിടെ നടപ്പാക്കിയത് അവർ. ശരി, മറുപടി സി കെ ഷാക്കിർ, പാകിസ്ഥാൻ ആത്മവിശ്വാസം ഉണ്ടാകുന്ന ഘടകങ്ങൾ അത് ഇവിടെ പ്രതിപക്ഷം ഉണ്ടാക്കി കൊടുക്കരുതെന്നാണ്. അതെ, ആ പാകിസ്ഥാൻ ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന നടപടികൾ നരേന്ദ്രമോദിയുടെ സർക്കാരാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പാകിസ്ഥാന്റെയും നരേന്ദ്രമോദിയും ലക്ഷ്യം നടക്കില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഈ വിഭാഗീയതയും വേർതിരിവ് നടക്കാത്തതിന്റെ തെളിവാണ് ആദിൽ ഹുസൈൻ എന്ന് പറയുന്നയാള് ഈ എന്താ പറയാ അവിടെ എത്തിയിട്ടുള്ള ടൂറിസ്റ്റുകൾ രക്ഷപ്പെടുത്തി വീരപൂർത്തി വരിച്ചത്. അതുപോലെ തന്നെ കശ്മീരികൾ ഒറ്റക്കെട്ടായി പാകിസ്ഥാനെതിരെയും ഇന്ത്യക്ക് അനുകൂലമായും ഈ ഭീകരർക്കെതിരെയും നിന്നത് നമ്മൾ കണ്ടതാണ്. അതുപോലെ നിരവധി ഉദാഹരണങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞു. പഴയ പോലെയല്ല ഹർത്താൽ ആചരിച്ചത് ആരും ആഹ്വാനം ചെയ്തിട്ടില്ല, ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിഷേധിച്ചതാണ്. ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ അജണ്ടയും ഈ BJP സംഘപരിവാർ ശക്തികളുടെ അജണ്ടയും ഈ രാജ്യത്ത് വിരുപ്പോവില്ല. നമ്മൾ ഒറ്റക്കെട്ടായി പറഞ്ഞു, രാജ്യത്തെ എല്ലാ വിഭാഗം രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും സർക്കാരിന് പിന്തുണ കൊടുക്കാൻ സന്നദ്ധമായി മുന്നോട്ട് വന്നതാണ്. അതിലൊരു വിട്ടുവീഴ്ചയില്ല, ഒരു തർക്കമില്ല. പക്ഷെ അതിനിടക്ക് പ്രധാന പ്രശ്നത്തിൽ നിന്ന് വഴിതിരിച്ചു വിടാനുള്ള ശ്രമം നടത്തി ഇവിടെ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ BJP സർക്കാർ ശ്രമിക്കുമ്പോൾ അത് പറയാതിരിക്കാൻ കഴിയില്ല. അത് പറയുമ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും ചാപ്പ കുത്തിയാൽ അത് ഞങ്ങൾ കാര്യമാക്കുന്നില്ല. ഇവിടെ രാജ്യമൊറ്റക്കെട്ടായി രാജ്യത്തിന്റെ ശത്രുക്കൾക്കെതിരെ പോരാടണം. അതോടൊപ്പം തന്നെ രാജ്യത്തെ പാവപ്പെട്ട മനുഷ്യരുടെ ജീവൻ കൊണ്ട് കളിയാടാൻ തീവ്രവാദികളെയോ മറ്റ് ഏതെങ്കിലും ശക്തികളെയോ ഇതിന് കൂട്ടുനിൽക്കുന്ന ഭരണകൂടത്തെയോ നമ്മൾ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. അത്തരം സുരക്ഷാ വീഴ്ചകൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതിൽ കുറ്റവാളികളായവർ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട്. മുമ്പ് നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി പറഞ്ഞ കാലത്ത് അദ്ദേഹം പറഞ്ഞ പ്രസ്താവന ഇന്ന് അദ്ദേഹം ഒന്ന് കേട്ടു നോക്കിയിട്ട് അത് നടപ്പിലാക്കാൻ ശ്രമിക്കണം. ശരി, ഡോക്ടർ ജി ഗോപകുമാർ, സ്വാഭാവികമായിട്ടും പാകിസ്ഥാനിൽ നിന്ന് വരും ദിവസങ്ങളിലും വരാൻ പോകുന്ന കാര്യങ്ങൾ ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും. ശരി, താങ്കളിലേക്ക് വരാം. സസൂക്ഷ്മം പാകിസ്ഥാൻ ഇന്ത്യയിലെ ഓരോ നീക്കങ്ങളും ഓരോ പാർട്ടികളുടെയും നീക്കങ്ങളും വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതനുസരിച്ചുള്ള പ്രസ്താവനകൾ ഓരോ ദിവസവും പാകിസ്ഥാനിൽ നിന്ന് വരികയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് 2014 പുൽവാമ എല്ലാ നേതാക്കളും പാകിസ്ഥാനിൽ നിന്ന് എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്മൾ പാകിസ്ഥാനെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. കാരണം ഇത്രത്തോളം കുൽസിത പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാമർഥ്യമുള്ള മറ്റൊരു രാജ്യമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഡെസ്പറേറ്റ് സൊസൈറ്റിയാണ്, എന്തും ചെയ്യാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. കാരണം ഇന്ത്യ വിരുദ്ധതയിൽ മാത്രം ജനിച്ചൊരു രാജ്യം, ഇന്ത്യ വിരുദ്ധതയിൽ മാത്രം മുന്നോട്ട് പോകുന്ന രാജ്യം. അതുകൊണ്ട് അവരെ ഐക്യപ്പെടുത്തുന്ന ഒരേ ഒരു ഘടകം ഇന്ത്യ വിരുദ്ധതയാണ്. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഏത് കാര്യവും നെഗറ്റീവായിട്ടൊരു എലിമെൻ്റ് ഉണ്ടെങ്കിൽ അതെടുത്ത് ഇന്ത്യയെ ആക്രമിക്കാൻ അവർ പൊടുന്നനവേ തയ്യാറാകും. ഭാഗ്യവശാൽ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി അവരുടെ കൂടെ ഇല്ല. പക്ഷേ മാധ്യമലോകത്തും മറ്റും ഈ സോഷ്യൽ മീഡിയയിലുമെല്ലാം അവരത്തരം അവസരങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ ഒരു ഡിവൈഡഡ് സൊസൈറ്റി ആണെന്നുള്ളൊരു തോന്നലുണ്ടാക്കും. അതുമാത്രമല്ല, ധ്രുവീകരണത്തിനല്ലേ ശ്രമിച്ചത്. ആ ധ്രുവീകരണം നടന്നില്ല. ഇന്ത്യക്കകത്ത് വർഗീയ കലാപമുണ്ടാകണം എന്നാഗ്രഹിച്ച് ചെയ്ത പ്രവർത്തനം അത് നടന്നില്ല എന്നുള്ളത് ഇന്ത്യയിലെ ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ശക്തിയാണ്. അതല്ലെങ്കിൽ ഇവിടെ വർഗീയ കലാപം ഉണ്ടാകില്ലായിരുന്നോ? അത് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാൻ പോലെ ഇത്രയും ഷാർപ്പായിട്ട് ഇന്ത്യയെ നശിപ്പിക്കണമെന്ന് മാത്രം ആഗ്രഹിച്ച് ജീവിക്കുന്നൊരു രാജ്യത്തിന് അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റു പുരോഗതികളൊന്നും ഉണ്ടാകുന്നില്ല. ഒരു ടോളറൻസ് ഇല്ലല്ലോ. ആ ടോളറൻസ് ഇല്ലാത്തടത്തോളം അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ആഭ്യന്തര കലാപങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുകയും സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് അവർ ചിന്തിക്കുന്നേ ഇല്ല. അത് ഞാൻ പാകിസ്ഥാനിൽ ഒരു ഫ്യൂച്ചർ കാണുന്ന ഒരാളല്ല. ഇങ്ങനെ പോയാൽ പാകിസ്ഥാൻ എത്ര നാൾ ഒരുമിച്ച് നിൽക്കാൻ കഴിയും? ആ നിലയ്ക്ക് പോകുന്ന രാജ്യം നാളെ അവർ രണ്ടായി പിരിയുകയോ ഇനിയും തകരുകയോ ചെയ്താൽ വീണ്ടും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നമുക്കാണ് പ്രശ്നം ഉണ്ടാവുന്നത്. ബലൂചിസ്ഥാൻ ഉൾപ്പെടെ നമുക്കാണ് പ്രശ്നം ഉണ്ടാവുന്നത്. നമ്മുടെ അയൽപക്കം അശാന്തമായാൽ അതിൻ്റെ പ്രശ്നം നമുക്ക് തന്നെയാണ്. അതുകൊണ്ട് പാകിസ്ഥാനിലെ ജനാധിപത്യം പുലരണമെന്നും അവിടെ ഒരു പൊതുസമൂഹം ശക്തിപ്പെടണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. അതുണ്ടായില്ല എന്നുള്ളതാണ് സത്യം. ശരി, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ചർച്ച അവസാനിപ്പിക്കുകയാണ്. പ്രൈം ഡിബേറ്റിൽ ഇന്ന് ചർച്ച ചെയ്ത വിഷയം എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ തുടർച്ചയായ പ്രകോപനങ്ങൾ വരുന്നത് ഇന്ത്യയിൽ നിന്ന് അല്ലേ, ഇന്ത്യയിൽ നിന്നുള്ള ശക്തമായ തിരിച്ചടി ഭയന്നുകൊണ്ട് തന്നെയാണ്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് പാകിസ്ഥാന് പാഠമാകുമോ എന്ന ചോദ്യമായിരുന്നു ഇന്ന് പ്രൈം ഡിബേറ്റ് ഉന്നയിച്ചത്. 88% പ്രേക്ഷകരും സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് പാകിസ്ഥാന് പാഠമാകും എന്ന അഭിപ്രായ പ്രകടനം നടത്തിയവരാണ്. ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.